ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സൈലം PSCയുടെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കംപ്ലീറ്റ് റിവിഷൻ ആണ്. നാളെ നടക്കാൻ പോകുന്ന APO എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് ചോദ്യങ്ങളും ഇപ്പോഴത്തെ യൂട്യൂബ് വീഡിയോയിലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് നമുക്ക് മാരത്തോൺ ഉണ്ട്. ആ മാരത്തോണും കൂടെ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്ലാസ് കണ്ടിട്ട് മാരത്തോൺ 4 മണിക്കുള്ള മാരത്തോണോട് എന്ത് ചെയ്യുക, എല്ലാവരും എത്തിച്ചേരുക. അപ്പോൾ ഈ പറയുന്ന APO എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അടിച്ച് പൊളിച്ച് ഈ ക്ലാസ് കൊണ്ടും ഇന്ന് വൈകിട്ടത്തെ മാരത്തോൺ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, തകർത്തടിച്ച് കൈ തരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കട്ടയി കൂടെ നിന്നോ. ഇപ്പം നമ്മളൊരു 10 ടോപ്പിക് അങ്ങോട്ട് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് തകർക്കാൻ പോവാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ആദ്യം തന്നെ ഏതൊരു പരീക്ഷയുടെയും കോർ ഏരിയ ആയിട്ടുള്ള നൊബേൽ പ്രൈസ്, കറണ്ട് അഫയേഴ്സിനകത്ത് ദ ടോപ്പ് പ്രയോറിറ്റി ഏരിയ എന്നറിയപ്പെടുന്ന നൊബേൽ പുരസ്കാരം നമ്മൾ ഓടിച്ചെന്ന് പോവാണ്. അപ്പം നോക്കാം, നൊബേൽ പ്രൈസ് വിന്നേഴ്സ് 2025. നമുക്കറിയാം 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാടാ. 3 രീതിയിലാണ് നൊബേലുമായി ബന്ധപ്പെട്ട് ചോദ്യം വരിക. എങ്ങനെയാണ്? ഒന്ന്, ആർക്കാണ് ഇത്തവണത്തെ നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ഒന്നാമത് ചോദ്യം. ഇപ്പം 3 പേരൊക്കെയുള്ള സാഹചര്യമാണെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, താഴെ പറയുന്നവയിൽ 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്തതാര്? ഒരുത്തനെ മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യാം, ഇത് 2 പേർ കിട്ടി, 3 പേർ കിട്ടിയിട്ടുണ്ട്, ഒരുത്തനെ മാറ്റിയിട്ട് ഇതിൽ ആർക്കാണ് കിട്ടാത്തത് എന്ന രീതിയിൽ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെയോ, എന്തിനാണ് ഇവന്മാർക്ക് പുരസ്കാരം കൊടുത്തത്? 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം എന്ത് മേഖലയിലെ സംഭാവനയ്ക്കാണ് കിട്ടിയത്? ഇനി മൂന്നാമത് ചോദ്യം, ഇവരുടെയൊക്കെ സ്വദേശം എവിടെയാണ്? ഈ രീതിയിലാണ് സാധാരണഗതിയിൽ കേരള PSC ചോദ്യം ചോദിക്കുക. ഇനി 2 രീതി കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഒന്ന്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2025 നൊബേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റായതേത്, ശരിയായതേത്? നമ്മൾ പഠിച്ച കണ്ണൻ തന്നെ എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് രൂപേണ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെയോ, 5ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കുക. ഒരു സൈഡിൽ ഈ പറയുന്ന നൊബേൽ പുരസ്കാര ജേതാക്കളെ പേര്, മറു സൈഡിൽ അവരുടെ മേഖല, എന്നിട്ട് എന്ത് ചെയ്യുക, ചേരുംപടി ചേർക്കാമെന്നോ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാമെന്നോ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാമെന്നൊക്കെ എന്ത് ചെയ്യാം, ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യോടാ, ആൻസർ ചെയ്യും. എങ്ങനെ ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യാൻ പോകും, ആൻസർ ചെയ്യും. നമുക്ക് നോക്കാം. നോക്കി, 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം നേടിയത് 3 പേരാണ്. ജോൺ ക്ലാർക്ക്, മൈക്കിൾ H. ഹോവർട്ട്, ഡൊവേർട്ട്, ദെൻ മാർട്ടിനസ്. എടാ, ഇങ്ങനെ ഓർക്കണേ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ക്ലാർക്ക്. നമുക്കറിയാം, നമ്മളൊരു ഓഫീസിൽ പോകുമ്പോൾ അവരോട് ഉറപ്പായിട്ടൊരു ക്ലാർക്ക് ഉണ്ടാവും അല്ലേ? ആ ക്ലാർക്കിൻ്റെ കയ്യിൽ പേന ഉണ്ടാവും. ആ പേനയിൽ മഷിയാണ് ഉണ്ടാവുക, മിഷേലല്ല, മഷി എന്ന് ഓർക്കാം. മഷിയാണ് മിഷേലിനെ, അല്ലെങ്കിൽ മഷിയാണ് മിഷേലായി മാറുന്നത്. അപ്പോൾ ക്ലർക്ക്, ഒരു ഓഫീസിൽ നമ്മൾ പോവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താ പറയുക, ഫിസിക്സിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ ക്ലർക്കിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ ക്ലർക്ക് നേരെ എന്ത് ചെയ്യുന്നു, ആ കംപ്ലയിൻ്റ് എടുക്കാനായിട്ട് തൻ്റെ പേന എടുക്കുന്നു. അപ്പം മിഷേൽ. അപ്പോൾ ക്ലർക്കിൻ്റെ കയ്യിൽ എന്തുണ്ടാവും, പേന ഉണ്ടാവും. പേനയിൽ മിഷേൽ, നല്ല മഷി നിറച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഷി ഉണ്ടാവും. അപ്പം മിഷേൽ കിട്ടി. ദെൻ മാർട്ടിനസ്. അപ്പോൾ ക്ലാർക്കിനെ ഓർമ്മിക്കാം, ഭൗതികശാസ്ത്രം ഡിപ്പാർട്ട്മെൻറ്റ്. ക്ലാർക്ക് പോകുന്നു, ക്ലാർക്കിൻ്റെ കയ്യിൽ പേനയുണ്ട്, മഷി അല്ലെങ്കിൽ മിഷേൽ എന്ന് പഠിക്കാം. ദെൻ മാർട്ടിനസ്, ആ ക്ലാർക്കിൻ്റെ പേര് മാർട്ടിനസ് എന്നാണ്. അപ്പോൾ മാർട്ടിനസ് എന്ന ക്ലാർക്ക് പേനയെടുത്ത് ആ കംപ്ലയിൻറ്റ് പരിശോധിക്കുക, പേനയ്ക്കകത്ത് മഷിയുണ്ട്. അപ്പോൾ മിഷേൽ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി എന്തിനാണ് പുരസ്കാരം? ഫോർ ദ ഡിസ്കവറി ഓഫ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആൻഡ് എനർജി കോണ്ടൻസേഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഒന്നുമില്ലടാ, സിമ്പിളാണ്. നോക്കണേ, അതായത് ക്വാണ്ടം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പദം ഇതാണ്. നിങ്ങൾ ഒറ്റ വാക്ക് മാത്രം അവിടെ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഏക പദമെന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെയും ഊർജ കോണ്ടൻസേഷൻ്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിലെ, വൈദ്യുത സർക്യൂട്ടിലെ വളരെ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട 2 പദങ്ങൾ. ഒന്ന് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങും മറ്റൊന്ന് ഊർജ കോണ്ടൻസേഷൻ, എനർജി കോണ്ടൻസേഷനും. അപ്പോൾ ഒന്ന് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെയും ഊർജ കോണ്ടൻസേഷൻ അഥവാ എനർജി കോണ്ടൻസേഷൻ്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചതെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ക്ലാർക്കിൻ്റെ കയ്യിൽ എന്തുണ്ട്, പേനയുണ്ട്, പേനയിൽ മഷി നിറച്ചിട്ടുണ്ട്, മിഷേൽ. ദെൻ ക്ലാർക്കിൻ്റെ പേര് മാർട്ടിനസ്. അപ്പോൾ മാർട്ടിനസ് എന്ന ക്ലാർക്കിൻ്റെ കയ്യിൽ പേനയിൽ മഷി ഉണ്ടെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഇനി സ്വദേശം, ക്ലാർക്കിൻ്റെ സ്വദേശം UK ആണ്.
മിഷേലിൻ്റെ സ്വദേശം ഫ്രാൻസ് ആണ്, മാർട്ടിനസിൻ്റെ സ്വദേശം അമേരിക്കയാണ്. സെറ്റ്. അടുത്തിലോട്ട് പോവാണ് നമ്മൾ. കെമിസ്ട്രിയിലേക്ക് വരാം. കെമിസ്ട്രി അഥവാ രസാന്തര നൊബേൽ പുരസ്കാരവും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 3 പേർക്കാണ് ലഭിക്കുന്നത്. ആരൊക്കെയാണ് ആ 3 പേരെന്ന് നോക്കാം. ഒന്ന് സുസുമു കിറ്റഗാവ, നമുക്ക് സുസുമു കണക്ട് ചെയ്യാം. റിച്ചാർഡ് റോബ്സൺ, നമുക്ക് റോബ്സൺ കണക്ട് ചെയ്യാം. ഒമറം യാഗി, നമുക്ക് യാഗി കണക്ട് ചെയ്യാം. ഇത് സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് അറിയാമോ? എടാ കെമിസ്ട്രി അല്ലേ, കെമിസ്ട്രിയിൽ ഇവിടെ നിന്ന് പോവാം. കെമിസ്ട്രി STROY അല്ലേ ലാസ്റ്റ് ലെറ്റർ? കെമിസ്ട്രി അല്ലേ? കെമിസ്ട്രിയിലെ S സ്റ്റാൻഡ്സ് ഫോർ സുസുമു, R സ്റ്റാൻഡ്സ് ഫോർ റോബ്സൺ, ദെൻ Y സ്റ്റാൻഡ്സ് ഫോർ യാഗി. ഇതിനപ്പുറം ഇനിയൊരു കോഡില്ല. അവിടെ ആ ഓർത്തങ്ങ് വെച്ചേക്കുക. കെമിസ്ട്രിയിലെ ആ ഒരു T ഒഴികെ ബാക്കി SRY ആ സാധനം എടുത്ത് വെച്ച് നോക്കിയാൽ കെമിസ്ട്രിയിൽ നിന്ന് കിട്ടും. കെമിസ്ട്രിയുടെ നൊബേൽ പുരസ്കാര ജേതാക്കളെ കെമിസ്ട്രിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടൂടാ. ഒന്ന് സുസുമു, ദെൻ റോബ്സൺ, ദെൻ യാഗി. എസിൽ നിന്ന് സുസുമുവിലേക്ക് പോവാം, ആറിൽ നിന്ന് റോബ്സണിലേക്ക് പോവാം, ഒയിൽ നിന്ന് ഒയിൽ തുടങ്ങുന്ന പേര് യാഗി. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചൂടെ? സിമ്പിളായിട്ട്. ഇനി എന്തിനാണ് പുരസ്കാരം? ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിൻ്റെ ഡെവലപ്മെൻറ്റാണ് പുരസ്കാരം. ആ ഒരൊറ്റ വാക്ക് മാത്രം പഠിക്കുക. അപ്പോൾ നോക്കണേ നിങ്ങൾ. അപ്പോൾ റിച്ചാർഡ് റോബ്സൺ, സുസുമു കിറ്റഗാവ, ഒമറം യാഗി. ഇനി റോബ്സന്റെ സ്വദേശം UK ആണ്. നിലവിൽ അദ്ദേഹം ഓസ്ട്രേലിയയാണ് സ്ഥിരതാമസം. ഓസ്ട്രേലിയൻ കെമിസ്റ്റാണ്. ഇനി സുസുമു ആ വാക്കിൽ നിന്ന് കിട്ടും, ജപ്പാനാണ്. ഒമറം യാഗി ജോർദാനാണ്. അദ്ദേഹം നിലവിൽ സെറ്റിൽഡ് അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്കൻ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ വികസനത്തിന് ഒറ്റ വാക്ക് പഠിക്കാം, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. വേറെ ഒന്നും നോക്കണ്ട, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. അടുത്തതിലോട്ട് പോകുന്നു. നൊബേൽ പ്രൈസ് ഇൻ മെഡിസിൻ അഥവാ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരവും എത്ര പേരാണ് പങ്കിടുന്നത്? 3 പേരാണ് പങ്കിടുന്നത്. 3 പേര് ആരൊക്കെയാന്ന് നോക്കിയേ. മേരി ഇ ബ്രൊങ്കോവ്, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൻ സഗാഗുചി. ഇതിനകത്ത് ഞാനൊരു കുഞ്ഞു കോഡ് അങ്ങ് പറയുകയാണ്. സംഭവം വേറൊന്നുമല്ല. ഇവിടെ നമുക്ക് റാമിനെ ഇങ്ങ് എടുക്കാം. റാം മേരി സഖ. അപ്പോൾ റാമിൻ്റെ കല്യാണമാണ്. റാം കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു സഖാവിനെയാണ് സഖാവ്. അപ്പോൾ റാം മേരി സഖാവ് എന്ന് ഓർക്കുക. അപ്പോൾ റാമിൻ്റെ കല്യാണമാണ്. റാം കല്യാണം കഴിക്കാൻ പോകുന്ന ആരെയാണ്? ഒരു സഖാവിനെയാണ് എന്നങ്ങ് ഓർക്കുക. നമുക്കറിയാം ഈ സഖാക്കളെല്ലാം കുറച്ചും കൂടെ എന്താണ് ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക, കുറച്ച് ഒന്ന് പൊരുത്തപ്പെടാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. കാരണം ഇങ്ങനെ എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല, വളരെ എപ്പോഴും സീരിയസ് ആയിരിക്കും അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില പത്രസമ്മേളനമൊക്കെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗോവിന്ദൻ മാഷൊക്കെ വളരെ സീരിയസ് ആയിട്ടായിരിക്കും പല കാര്യങ്ങളും പറയാം. നമുക്കൊന്നും പിടികിട്ടില്ല എന്താണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാവും. താത്വിക അവലോകനത്തിൻ്റെ ആൾക്കാരാണ് സഖാക്കന്മാർ. എല്ലാവരും അല്ല, ചില ആൾക്കാർ ഈ പറഞ്ഞ കണക്ക് ഒരു ഭൗതികമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ സഖാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഖാവിനെയാണ് റാം കെട്ടാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഓർക്കുക, ടോളറൻസ്, അതായത് ഇവരെ ഒന്ന് സഹിക്കാൻ ഇത്തിരി പാടാ. ഓക്കെ, അപ്പോൾ ഇത്തിരി ഒന്ന് എന്താ പറയുക, കുറച്ച് മനക്കട്ടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ ഒന്ന് സഹിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇച്ചിരി ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നങ്ങ് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഫോർ ദ ഡിസ്കവറി ഓഫ് കൺസേൺഡ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. അപ്പോൾ ടോളറൻസ് ആണെന്ന് കിട്ടിയേ? ഒന്നുമില്ല, സിമ്പിൾ. ശരീര പ്രതിരോധ സംവിധാനത്തിലെ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിലെ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. ഒറ്റ വാക്ക് പഠിക്കുക, അത് മാത്രം. അത് എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ടേംസ് ആണ്. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് മാത്രം അവിടെ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിലെ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അപ്പോൾ റാം മേരി സഖാവ് എന്ന് ഓർക്കുക. ഇനി മേരിയുടെ സ്വദേശം അമേരിക്കയാണ്, സഖാവിൻ്റെ സ്വദേശം ജപ്പാനാണ്, റാംസിൻ്റെ സ്വദേശം അമേരിക്കയാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്തിലോട്ട് പോകുന്നു. നോക്കിയേ, സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ്. എക്കണോമിക് നൊബേൽ പുരസ്കാര ജേതാവ് 3 പേരാണ്. ആരൊക്കെ നോക്കിയേ? ജോയൽ മൊക്കേർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹവിറ്റ്. ഞാൻ ഓർത്തു വച്ചിരിക്കുന്നത് നോക്കണേ, ജോയൽ, ഫിലിപ്പ്
ജോയൽ ഫിലിപ്പ് പീറ്റർ എന്നാണ് ഞാൻ ഓർത്ത് വച്ചിരിക്കുന്നത്. ജോയൽ ഫിലിപ്പ് പീറ്റർ. നമ്മൾ ഈ പറയുന്ന സാഗർ ഏലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്ന കണക്ക് ഇവിടെ നമുക്ക് ഓർത്ത് വെക്കാം ജോയൽ ഫിലിപ്പ്. മൈ നെയിം ഈസ് ജോയൽ ഫിലിപ്പ് പീറ്റർ എന്നൊക്കെ എന്ത് ചെയ്യുക ഓർത്ത് വെച്ചേക്കുക. നമ്മൾ സാഗർ ഏലിയാസ് ജാക്കി എന്നൊക്കെ പറയൂലേ, അതുപോലെ ഇവിടെ അങ്ങ് ഓർത്ത് വെച്ചേക്കുക ജോയൽ ഫിലിപ്പ് പീറ്റർ എന്നെന്ത് ചെയ്യുക ഓർത്ത് വെച്ചേക്കുക. ജോയൽ ഫിലിപ്പ് പീറ്റർ 3 പേരാണ്. അപ്പോൾ സാഗർ ഏലിയാസ് ജാക്കി ഒരാളാണെങ്കിൽ ഇത് 3 പേരാണ്. ജോയൽ ഫിലിപ്പ് പീറ്റർ 3 ആൾക്കാരാണ്. നോക്കിയേ എന്തിനാണ് പുരസ്കാരം നോക്കാം. ഫിലിപ്പിനും പീറ്ററിനും ഒരു കാറ്റഗറിക്കാണ് പുരസ്കാരം, ജോയൽ മൊഗേറിന് വേറൊരു കാറ്റഗറിക്കാണ് പുരസ്കാരം. നോക്കണേ, ഫോർ ഹാവിങ് ഐഡൻറ്റിഫൈ ദ പ്രീ റിക്വസ്റ്റ്സ് ഫോർ സസ്റ്റെയിൻഡ് ഗ്രോത്ത് ത്രൂ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. സസ്റ്റെയിൻഡ് ഗ്രോത്ത്, സുസ്ഥിരമായ വികസനം എന്തിലൂടെ? ടെക്നോളജിക്കൽ പ്രോസസ്സിലൂടെ. അപ്പോൾ ജോയൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണെങ്കിൽ ഇവിടെ മറ്റ് 2 പേര് സസ്റ്റെയിൻഡ് ഗ്രോത്ത് ത്രൂ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ബാക്കി ഫിലിപ്പും പീറ്ററും എന്താണ്? ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനും. എന്നാൽ ജോയൽ എന്താണ്? ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിലൂടെയുള്ള എന്താണ്? സസ്റ്റെയിൻഡ് ഗ്രോത്ത് ആണെന്ന കാര്യം ഓർക്കുക. നോക്കേ, ഫിലിപ്പ് അഗ്യോണിൻ്റെ സ്വദേശം ഫ്രാൻസ് ആണ്. ജോയൽ മൊഗേറിൻ്റെ സ്വദേശം എവിടെയാണ്? അത് നെതർലാൻഡിലാണ് ജനിക്കുന്നതെങ്കിലും നിലവിൽ അദ്ദേഹം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സിറ്റിസൺഷിപ്പ് അയക്കുന്നുണ്ട്. ഇനി പീറ്റർ ഹൊവിറ്റ് കാനഡയാണ്. ഇനി നവീകരണത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചകളുടെ പഠനത്തിലാണ് ജോയൽ മൊഗേറിന് പുരസ്കാരം ലഭിച്ചത്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിലൂടെയുള്ള അത് ആ വാക്കോർത്താണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. സസ്റ്റെയിൻഡ് ഗ്രോത്ത് മീൻസ് സുസ്ഥിരമായ വളർച്ച എന്തിലൂടെ? ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിലൂടെ. ഇനി ഫിലിപ്പും പീറ്റർ എന്തിനാണ്? ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനിലൂടെ. സസ്റ്റെയിൻഡ് ഗ്രോത്ത് സുസ്ഥിരമായ വികസനം, സസ്റ്റെയിൻഡ് ഗ്രോത്ത് ത്രൂ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ഈ ഭാഗത്ത്, അപ്പുറത്തെ ഭാഗത്ത് ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിലൂടെയുള്ള സസ്റ്റെയിൻഡ് ഗ്രോത്ത് എന്ന കാര്യം എന്ത് ചെയ്യുക ഓർത്ത് വെച്ചേക്കുക. ഇനി ക്രിയേറ്റീവ് ഡിസ്ട്രാക്ഷനിലൂടെയുള്ള അല്ലെങ്കിൽ സർഗാത്മക നശീകരണം, ഇത് പക്കാ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണ്. കേരള PSC അറിയാമല്ലോ, ഗൂഗിൾ ട്രാൻസ്ലേഷൻ്റെ വക്താക്കളാണ്. അപ്പോൾ സുസ്ഥിര വളർച്ചയുടെ സിദ്ധാന്തത്തിനാണ് മറ്റ് 2 പേർക്കും പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അടുത്തതിലോട്ട് പോകുന്നു. ലിറ്ററേച്ചർ അഥവാ സാഹിത്യം സാധാരണഗതിയിൽ ചോദിക്കുക സാഹിത്യ നൊബേൽ പുരസ്കാര ജേതാവാരെന്ന് ചോദിക്കാം. പിന്നെ അവരുടെ സ്വദേശമാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. നോക്കി, സാഹിത്യ പുരസ്കാരം നേടിയത് ലാസ്ലോ ക്രസ്നഹോർക്കെയാണ്. ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നത് ലാസ്ലോ എന്നാണ്. ലാസ്ലോ എന്ന് മാത്രമേ ഞാൻ ഓർത്ത് വച്ചിരിക്കുന്നുള്ളൂ. ലാസ്ലോൻ്റെ സ്വദേശം എവിടെയാണ്? ഹംഗറിയാണ്. ലാസ്ലോയുടെ സ്വദേശം ഹംഗറിയാണ്. എന്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം നോക്കാം. ഒരിക്കലും അങ്ങനെ ചോദിക്കത്തില്ല, ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോകാലിപ്റ്റിക് ഭീകരതയുടെ നടുവിൽ കലയുടെ ശക്തിയെ വീണ്ടും ഉറപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആകർഷകവും ദർശനാത്മകവുമായ സൃഷ്ടികൾക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്. ഫോർ ഹിസ് കമ്പലിംഗ് ആൻഡ് വിഷണറി ഒറേവ് ദാറ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അപ്പോകാലിപ്റ്റിക് ടെറർ റിഫേംസ് ദ പവർ ഓഫ് ആർട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി നമ്മൾ ഈ സാഹിത്യം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ് കൂടെ എന്ത് ചെയ്യണം? ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും പുരസ്കാരങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഇദ്ദേഹത്തിന് മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2015 ഇദ്ദേഹത്തിന് മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. മാൻ ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ഹംഗേറിയൻ എഴുത്തുകാരനാണ്. അപ്പം മാൻ ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ഹംഗേറിയൻ എഴുത്തുകാരനാണ് ഈ പറയപ്പെടുന്ന നമ്മുടെ ലാസ്ലോ എന്ന കാര്യം ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ സാത്താൻ ടാങ്കോ. നിങ്ങൾ സാത്താൻ എന്ന് മാത്രം പഠിച്ചാൽ മതി. ആദ്യ നോവൽ സാത്താനാണ്. 1985 പുറത്തിറങ്ങിയത്. സാത്താൻ ടാങ്കോ എന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെച്ചേക്കുക. ദെൻ മെലാങ്കോളി ഓഫ് മൈലാഞ്ചി എന്നങ്ങനെ ഓർത്ത് വെക്കുക. ഓരോ പേരുകളെ മെലാങ്കോളി എന്നൊക്കെ. അപ്പം മെലാങ്കോളി ഓഫ് റെസിസ്റ്റൻസ്. വാർ ആൻഡ് പീസ് നമുക്കറിയാം, അതൊരു വളരെ വിശ്വവിഖ്യാതമായ നോവലാണ്. ഇത് വാർ ആൻഡ് വാർ. ദ വേൾഡ് ഗോസ് ഓൺ ഇങ്ങനെ ഓർത്ത് വെക്കുക. നമ്മൾ ഈ ജോക്കർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത്, ദിലീപിൻ്റെ ഒക്കെ സിനിമയില്ലേ ജോക്കർ സിനിമ, ആ ജോക്കർ സിനിമയ്ക്കകത്ത് ആ ഒരു സർക്കസിലെ ഓണർ എപ്പോഴും പറയുന്നൊരു ഡയലോഗുണ്ട്, ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നയാൾ ഇടയ്ക്കിടയ്ക്ക് പറയും അല്ലേ. ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദ വേൾഡ് ഗോസ് ഓൺ എന്ന കാര്യം എന്ത് ചെയ്യുക ഓർത്ത് വെച്ചേക്കാം. ഇനി ചേസിങ് ഡ്രീംസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, സ്വപ്നങ്ങളെ പിന്തുടരുക. ഇവിടെ എന്താണ്? ചേസിങ് ഹോമർ എന്നാണ്. ദെൻ ലാസ്റ്റ് വൺ ദ ബിൽ എന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെച്ചേക്കുക. അടുത്തലോട്ട് പോകുന്നു. പീസ്, സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തവണ വെനസ്വേല അറ്റാക്ക് പഠിപ്പിച്ചപ്പോൾ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് മരിയ കൊരീന മച്ചാഡോ. ആരാണ്? മരിയ കൊരീന
മച്ചാഡോ, സ്വദേശം വെനസ്വേല. ആരാണ് ഈ പറയപ്പെടുന്ന മരിയ കൊരീന മച്ചാഡോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവാണ്. വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവാണ് ഈ പറയപ്പെടുന്ന മരിയ കൊരീന മച്ചാഡോ. അവർ പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് വെൻ്റെ വെനസ്വേലയാണ്. അപ്പോൾ മരിയ കൊരീന മച്ചാഡോ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് വെൻ്റെ വെനസ്വേല എന്നാണ്. വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരമായ മാറ്റം കൈവരിക്കുന്നതിനുള്ള അവരുടെ പോരാട്ടത്തിനാണ് പുരസ്കാരം കൊടുത്തത്. പക്ഷേ ഇവരോടുള്ള ഏറ്റവും വലിയ വിയോജിപ്പ് എന്ന് പറയുന്നത്, ഇവർ ഈ സമാധാനത്തിന് നൊബേൽ പുരസ്കാരം കൊണ്ട് കാൽ കീഴിൽ കൊണ്ട് അടിയറ വെച്ച ആർക്കാണ്? ഡൊണാൾഡ് ട്രംപിന്റെ കാൽ കീഴിൽ കൊണ്ട് അടിയറ വയ്ക്കുകയാണ് ആര് ചെയ്യുന്നത്? ഈ പറയപ്പെടുന്ന മരിയ കൊരീന മച്ചാഡോ ചെയ്യുന്നത്. ശരിയല്ലേ? അതായിരുന്നു വലിയ തോതിൽ ലോകമെമ്പാടും വിമർശന വിധേയമാക്കപ്പെട്ടത്. അപ്പോൾ ചിലർ ചോദിക്കുമ്പോൾ, സാറേ ഇനി ചോദിക്കുകയാണ് സമാധാനത്തിന് നൊബേൽ പുരസ്കാരം ആർക്കെന്ന് വെച്ചാൽ ട്രംപ് അല്ല, മരിയ കൊരീന മച്ചാഡോയ്ക്ക് തന്നെയാണ്. നൊബേൽ കമ്മിറ്റി കൊടുത്ത് മരിയ കൊരീന മച്ചാഡോയ്ക്കും അവർ ആർക്ക് കൊടുത്തെന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അടുത്തലോട്ട് പോവാം. ഒരു ടോപ്പിക് കഴിഞ്ഞു, അടുത്തലോട്ട് പോവാം. നമ്മൾ അടിച്ച് കറക്റ്റ് സ്പീഡിൽ പോവാണേ, ക്വിക്ക് റിവിഷൻ ആണേ. നോക്കിയ കേരള അവാർഡ്സ് 2025 2025 കേരള പുരസ്കാരം നമുക്കറിയാം. പത്മ പുരസ്കാരത്തിൻ്റെ അതേ പാറ്റേണിൽ കേരള സർക്കാർ നൽകി തുടങ്ങിയ പുരസ്കാരമാണ് കേരള പുരസ്കാരം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2022 നവംബർ 1 ഇത് നൽകി തുടങ്ങുന്നത്. എല്ലാ വർഷവും ഇതോടുകൂടി കേരളപ്പിറവി ദിനമായ നവംബർ 1 പ്രഖ്യാപിക്കുന്നു. കേരള ജ്യോതി നോക്കി, ഇത്തവണ പ്രധാനമായും 3 പുരസ്കാരങ്ങളാണ്. കേരള ജ്യോതി, കേരള പ്രഭ, കേരളാശ്രീ. കേരള ജ്യോതി ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് കേരള, സെക്കൻഡ് ഹയസ്റ്റ് കേരള പ്രഭ, തേർഡ് ഹയസ്റ്റ് കേരളാശ്രീ. ഇവിടെ കേരള ജ്യോതി ഇത്തവണ ഒരാൾക്കും, കേരള പ്രഭ 2 പേർക്കും, കേരളാശ്രീ 5 പേർക്കുമാണ്. നമുക്ക് ആരൊക്കെ നോക്കി വരാം. ഒന്ന്, കേരള ജ്യോതി പുരസ്കാരം നേടിയത് ഡോക്ടർ MR രാഘവ വാര്യർ. മേഖല എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ് മേഖല. ഡോക്ടർ MR രാഘവ വാര്യർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എഡ്യൂക്കേഷനാണ്. നോക്കണം, അദ്ദേഹത്തിൻ്റെ സ്വദേശം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊയിലാണ്ടിയിലാണ്, കോഴിക്കോട് ജില്ലയിലെ. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന കോഴിക്കോട് ജില്ലയിലെ തൊട്ടപ്പുറത്തുള്ള കൊയിലാണ്ടിയിലാണ് ഇതിൻ്റെ സ്വദേശം. അദ്ദേഹം ഒരു ചരിത്ര പണ്ഡിതനാണ്, അദ്ദേഹം ഒരു അധ്യാപകനാണ്, അദ്ദേഹം ഒരു എപ്പിഗ്രഫിസ്റ്റാണ്. എന്താണ് എപ്പിഗ്രഫി എന്ന് പറയാം? എപ്പിഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശിലാലിഖിതങ്ങളൊക്കെ ഇല്ലേ, അതിനെ പഠിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എപ്പിഗ്രഫി എന്ന് വിളിക്കുക. അപ്പോൾ അദ്ദേഹം ഒരു എപ്പിഗ്രഫിസ്റ്റാണ്. ഇടയ്ക്കൽ ഗുഹാ പഠനങ്ങളിലെ വിദഗ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കൃതികളുണ്ട്. ഒന്ന് കേരള സാംസ്കാരിക ചരിത്രവും, പിന്നെ ഒന്ന് ജൈനമതം കേരളത്തിൽ. അപ്പോൾ ഒന്ന് കേരള സാംസ്കാരിക ചരിത്രവും, മറ്റൊന്ന് ജൈനമതം കേരളത്തിൽ എന്നുള്ളത്. ഇനി കേരള പ്രഭ നമുക്കറിയാം 2 പേർക്കാണ്. ആരൊക്കെയാണ് 2 പേർ? ഒന്ന് അനീഷ് PB. അനീഷിൻ്റെ മേഖല കൃഷിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം കണ്ണൂരാണ്. തൻ്റെ കൃഷിയിടത്തിൽ ഹൈടെക് കൃഷി രീതി അവലംബിച്ചതിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. കൃഷി വകുപ്പിൻ്റെ കർഷകോത്തമ പുരസ്കാര ജേതാവ് കൂടിയാണ് നമ്മുടെ അനീഷ് PB എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. ഇനി അടുത്ത വ്യക്തി രാജശ്രീ വാര്യർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കലാമേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അല്ലേ, കലാമേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രാജശ്രീ വാര്യർ. ഇവർ ഏത് നൃത്തകല, അതാണ് പോയിന്റ്, ഏത് നൃത്തകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചപ്പോൾ ഏതാണ്? ഭരതനാട്യ നർത്തകിയാണ്. സ്വദേശം ട്രിവാൻഡ്രമാണ്. 2 കൃതികൾ അവർ രചിച്ചിട്ടുണ്ട്. ഒന്ന് നർത്തകിയും പിന്നെ നൃത്തകനും. ചിലർക്ക് ഡൗട്ട് വരും, സാറേ ഇതിനകത്ത് 2 ഫോട്ടോ ഉണ്ടല്ലോ, ഒന്ന് മേക്കപ്പ് ഇട്ട രാജശ്രീ, ഒന്ന് മേക്കപ്പെടാത്ത രാജശ്രീയുമാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തതിലോട്ട് പോവാം. കേരളാശ്രീ 5 പേർക്കാണ്. ആരൊക്കെയാന്ന് നോക്കാം നമുക്ക്. 6 പേർക്ക്. ആരൊക്കെയാ? ഒന്ന് ശശികുമാർ. ആരാണ് ശശികുമാർ എന്നറിയണം. ശശികുമാർ ഒരു മാധ്യമപ്രവർത്തനാണ്. അദ്ദേഹം ബേസിക്കലി മാധ്യമപ്രവർത്തനം അഥവാ ജേർണലിസ്റ്റ് എന്ന മേഖലയിലാണ് ശരിക്കും അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷെ നമുക്കിടയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഈ സിനിമയുടെ പേരില്ല. ഏതാണ് സിനിമ? ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന മമ്മൂട്ടി തകർത്ത് അഭിനയിച്ചൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു വ്യക്തി കൂടിയാണ് ആര്? ഈ പറയപ്പെടുന്ന ശശികുമാർ. അദ്ദേഹത്തിന് നമുക്ക് ഫെമിലിയറാണ്. അതിൻ്റെ സ്വദേശം കൊടുങ്ങല്ലൂരാണ്, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരുകാരനാണ് അദ്ദേഹം. സ്വന്തമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തൊരു ഹിന്ദി ചിത്രമുണ്ട്. ആ ഹിന്ദി ചിത്രത്തിൻ്റെ പേര് കായാ തരൺ എന്നാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ഹിന്ദി ചിത്രമുണ്ട്. ആ ഹിന്ദി ചിത്രത്തിൻ്റെ പേര് കായാ തരൺ എന്നാണ്. അടുത്തതിലോട്ട് പോവാം. അപ്പോൾ ശശികുമാർ സിനിമാ മേഖലയല്ല, മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്കാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ശശികുമാർ എന്ന കാര്യം ഓർക്കുക. അടുത്ത വ്യക്തി ആരാണ്? ഷഹൽ ഹസൻ മുസ്ലിയാർ എന്ന് നോക്കാം. ഷഹൽ ഹസൻ മുസ്ലിയാറിൻ്റെ മേഖല വിദ്യാഭ്യാസമാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം,
കൊല്ലത്ത് TKM എന്ന് പറയുന്നൊരു സ്ഥാപനമാണ്. ഏറ്റവും ഫേമസ് TKM എഞ്ചിനീയറിംഗ് കോളേജാണ്. നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് TKM. TKM മീൻസ് തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ എന്നാണ്. തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ. ആ തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. അതിൻ്റെ കീഴിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ആർട്സ് കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിനുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ട്രസ്റ്റാണ് ഈ പറയുന്ന TKM ട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ TKM ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് ഷഹൽ ഹസൻ മുസ്ലിയാർ. TKM ട്രസ്റ്റിൻ്റെ ചെയർമാൻ. അപ്പോൾ എഡ്യൂക്കേഷൻ. അടുത്ത പോയിന്റ് വിമൽ ഗോവിന്ദംകെ. അദ്ദേഹം ഒരു സ്റ്റാർട്ടപ്പാണ് മേഖല. സ്റ്റാർട്ടപ്പ് മീൻസ് ഒരു സംരംഭകൻ, യുവ സംരംഭകനാണ് വിമൽ ഗോവിന്ദംകെ. അദ്ദേഹം ബേസിക്കലി ഒരു റോബോട്ടിക് എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ്, സ്വന്തമായിട്ട് സ്ഥാപനം വികസിപ്പിക്കുന്നതിൻ്റെ പേര് ജെൻ റോബോട്ടിക്സ് ഇന്നവേഷൻസ് എന്നാണ് ആ സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ സഹസ്ഥാപകനും അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറുമാണ് ഈ പറയുന്ന വിമൽ ഗോവിന്ദംകെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ മാൻ ഹോളുകളിൽ മനുഷ്യർ തോട്ടിപ്പണി ചെയ്യുന്നത് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ലോകത്തിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് സംവിധാനമായ ബാൻഡിക്കൂട്ട് റോബോട്ട് വികസിപ്പിച്ചത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണല്ലേ. ട്രിവാൻഡ്രത്ത് ഈ പറയുന്ന കണക്ക് എന്താ പറയുക, അഴുക്ക് ചാലിൽ ഇറങ്ങിയ ഒരാൾ മരണപ്പെട്ടൊരു സംഭവം വലിയ വാർത്തയായിരുന്നു. 1500 രൂപയ്ക്ക് വേണ്ടി അഴുക്ക് ചാലിൽ ഇറങ്ങി മരണപ്പെട്ടൊരു വ്യക്തിയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴും ഇതെല്ലാം മാൻഹോൾ ക്ലീൻ ചെയ്യാനായിട്ട് മനുഷ്യന്മാർ തന്നെ ഇറങ്ങുന്നതിന് ഒഴിവാക്കി അതിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് റോബോട്ടിനെ കൊണ്ടുവരികയാണ്. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പം മാൻഹോളുകളിൽ മനുഷ്യർ തോട്ടിപ്പണി ചെയ്യുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ലോകത്തിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് സംവിധാനമായ ബാൻഡിക്കൂട്ട് റോബോട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ആരാണ് ജിലുമോൾ മേരിറ്റ് തോമസ്? നമുക്കറിയാം ഈ ജിലുമോൾ മേരിറ്റ് എന്ന് പറയുന്നത് ജന്മനാ തന്നെ ഇരു കൈയും ഇല്ലാതെയാണ് ഇവരുടെ ജന്മം എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ഇതിൽ തകർന്നിരിക്കാനോ അവർ തയ്യാറല്ലായിരുന്നു. അവർ സ്വദേശം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ്. അവർ എന്താ പറയുക, ബഹുമുഖ പ്രതിഭ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അവരൊരു ഗ്രാഫിക് ഡിസൈനറാണ്, മൗത്ത് ആൻഡ് ഫുട്ട് പെയിൻറ്റിങ് ആർട്ടിസ്റ്റ്. കൈയില്ല, അപ്പോൾ വായ കൊണ്ടും അതുപോലെ തന്നെ കാലുകൾ കൊണ്ടും അവർ പടം വരച്ചു. അതൊരു ആർട്ടിസ്റ്റാണ് അവർ. അതുപോലെ തന്നെ യൂട്യൂബർ കൂടിയാണ് ജിലുമോൾ മേരിറ്റ് തോമസ്. ഇരു കൈകളും, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ഇരു കൈകളും ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ വനിത അല്ലേ. അപ്പോൾ ഇരു കൈകളും ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ വനിതയായി ആര് മാറുകയാണ്? ഈ പറയുന്ന ജിലുമോൾ മേരിറ്റ് തോമസ് മാറുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ ഒരു പ്രത്യേക വിഭാഗത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ്, അവിടെ നമ്മൾ ഇദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദമാണ് അതേഴ്സ് അഥവാ മറ്റുള്ളവ എന്ന മേഖലയിലാണ് പുരസ്കാരം കൊടുക്കുന്നത്. അടുത്ത വ്യക്തി ലാസ്റ്റ് അഭിലാഷ് ടോമി. ആരാണ് അഭിലാഷ് ടോമി? അഭിലാഷ് ടോമി കായിക താരം. അദ്ദേഹം ബേസിക്കലി നമുക്കറിയാം അദ്ദേഹത്തെ ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥന്, നാവിക വൈമാനികൻ, യാച്ച്മാൻ. ഇദ്ദേഹത്തെ നമുക്കറിയാവുന്നത് പായ്ക്കപ്പലിൽ ലോകമൊത്തം സഞ്ചരിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ്. അപ്പോൾ യാച്ച്മാൻ ആണ്, ഒരു ഇന്ത്യൻ നാവികസേനയിലെ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്, വൈമാനികനാണ്, യാച്ച്മാൻ ആണ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി സ്വദേശി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ അദ്ദേഹത്തെ എവിടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ്. കായികം, അതാണ് പോയിന്റ്. കായികം എന്ന മേഖലയിലാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന കാര്യം എന്ത് ചെയ്യാം, അവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. അപ്പോൾ 5 പേരെ, അപ്പോൾ കേരളശ്രീ പുരസ്കാരം നേടിയ 5 പേരെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കേരള ജ്യോതി ഒരാൾക്ക്, കേരള പ്രഭ 2 പേർക്ക്, കേരളശ്രീ 5 പേർക്ക് എന്ന കാര്യം ഓർക്കുക. അടുത്തിലോട്ട് പോകുന്നു. മൂന്നാമത്തെ ടോപ്പിക്ക് വിമൻസ് വേൾഡ് കപ്പ്, വനിതകളുടെ ലോകകപ്പ്. കഴിഞ്ഞ 2025 നവംബർ മാസം 2-ാം തീയതി ഈ പറയപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ വനിതകൾ ചരിത്രത്തിലാദ്യമായിട്ട് ലോകകപ്പിൽ മുത്തമിട്ടത് നവംബർ മാസം 2-ാം തീയതിയാണ്. ആ വിശേഷങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. വിമൻസ് വേൾഡ് കപ്പ്, നമുക്കറിയാം വനിതാ വേൾഡ് കപ്പിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1973-ലാണ്. അതായത് പുരുഷ വേൾഡ് കപ്പ് ആരംഭിക്കുന്നത് 1975-ലാണ്. അതിനും 2 കൊല്ലം മുന്നേ തന്നെ വിമൻസ് വേൾഡ് കപ്പ് ആരംഭിച്ചിരുന്നു. അതിൻ്റെ വേദി ഇംഗ്ലണ്ടാണ്. പ്രഥമ ജേതാക്കളായതും ഇംഗ്ലണ്ട് തന്നെ. 2ാമത് കപ്പടിച്ചത് ഓസ്ട്രേലിയയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഓരോ 4 വർഷം കൂടുമ്പോഴാണ് വിമൻസ് വേൾഡ് കപ്പ് നടക്കുക. അങ്ങനെ നോക്കുമ്പോൾ 2025 നടന്നത് വിമൻസ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലെ എത്രാമത്തെ എഡിഷനാണ്, എത്രാമത്തെ പതിപ്പാണ് എന്ന് ചോദിച്ചപ്പോൾ എത്രാമത്തെയാ? 13ാമത്തെ എഡിഷനാണ്. ഇത്തവണത്തെ വേദി എവിടേക്കാണ്? ഇന്ത്യയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലുമാണ്. ഇത്തവണത്തെ വേദി ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ്. ഇന്ത്യ ഇത് 4ാം തവണയാണ് വേദിയാവുന്നത്. അപ്പോൾ ചോദ്യം വരുന്നു, ഇന്ത്യ ആദ്യം വേദിയായത് ഏത് വർഷം? ഇന്ത്യ ആദ്യം വേദിയാവുന്നത് 1978-ലാണ്. പിന്നെ 97-ലും 2013-ലും 2025-ലൊക്കെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? വേദിയായിട്ടുണ്ട്. ഇത്തവണത്തെ വിമൻസ് വേൾഡ് കപ്പിൻ്റെ ഭാഗ്യചിഹ്നം ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. വനിതാ വേൾഡ് കപ്പിൻ്റെ ഭാഗ്യചിഹ്നം എന്ത് എന്നാണ് ചോദ്യം.
വിമൺസ് വേൾഡ് കപ്പിൻ്റെയും 2023 ഏകദിന ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ഒന്നാണ്. അതിൻ്റെ പേര് ബ്ലെയ്സും ടോങ്കും. എന്താണ് ബ്ലെയ്സും ടോങ്കും? എടാ, ബാറ്റും ബോളും ഏന്തി നിൽക്കുന്ന ഒരു കാർട്ടൂൺ കഥാപാത്രമാണ്. ബാറ്റും ബോളും ഏന്തി നിൽക്കുന്ന ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് ഈ പറയുന്ന ബ്ലെയ്സും ടോങ്കും. ഇനി ഇത്തവണത്തെ ഔദ്യോഗിക ഒഫീഷ്യൽ സോങ് എന്ന് പറയുന്നത് ബ്രിങ് ഇറ്റ് ഹോം ആണ് അല്ലേ. അപ്പോൾ ഔദ്യോഗിക ഗാനം എന്ന് പറയുന്നത് ബ്രിങ് ഇറ്റ് ഹോം ആണ്. എന്ന് മുതൽ എന്ന് വരെ നടന്നു എന്ന് ഒരിക്കലും ചോദിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. 2025 സെപ്റ്റംബർ 30 മുതൽ 2020 നവംബർ മാസം 2 വരെയാണ്. ഇനി ടോട്ടൽ ടീം പാർട്ടിസിപ്പേറ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ആകെ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 8, ആകെ മത്സരങ്ങൾ 31 ആണ്. ഫൈനലിൻ്റെ വേദി നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയമാണ്. വിജയികൾ ഫൈനലിൽ ഇന്ത്യയോട് എതിരിട്ടത് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും നമ്മൾ ഏറ്റുമുട്ടുന്നു. എത്ര റൺസിനാണ് ദക്ഷിണാഫ്രിക്കയെ നമ്മൾ പരാജയപ്പെടുത്തി? 52 റൺസിന് നമ്മൾ പരാജയപ്പെടുത്തി. 52 റൺസിന് നമ്മൾ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 298 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം ഉയർത്തുന്നു. മറുപടി ബാറ്റിങ്ങിന് സൗത്ത് ആഫ്രിക്കയുടെ പോരാട്ടം 52 റൺസ് അകലെ നീരുകയാണ്. അപ്പോൾ 52 റൺസിനാണ് ഇന്ത്യയുടെ വിജയം. ഇന്ത്യൻ ടീമിനെ കിരീടത്തിനെ നയിച്ച ക്യാപ്റ്റൻ്റെ പേര് ഹർമൻപ്രീത് കൗർ എന്നാണ്. ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് അമോൽ മസുന്ദാർ. സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ക്യാപ്റ്റൻ എടുത്തു പറയണം, കാരണം സെമി ഫൈനലിലും അവർ സെഞ്ചുറി നേടുന്നുണ്ട്. അപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ പേര് ലോറ വോൾവാർഡ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് അത്? ലോറ എന്ന് പഠിച്ചാൽ മതി. ലോറ വോൾവാർഡ്. അങ്ങനെയെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ കോച്ചിൻ്റെ പേര്, ദക്ഷിണാഫ്രിക്കൻ ടീമിൻ്റെ കോച്ചിൻ്റെ പേര് മാൻഡ്ല മാഷിംബി. അപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ദക്ഷിണാഫ്രിക്കൻ ടീമിൻ്റെ കോച്ചിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് അത്? മാൻഡ്ല മാഷിംബി എന്നാണ്. മണ്ടയില്ല, ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത് മണ്ടയില്ല എന്നാണ് ഓർത്ത് വെച്ചേക്കുന്നത്. മണ്ടയില്ല. അടുത്ത പോയിന്റിലേക്ക് വരാൻ നോക്കി. ഹർമൻപ്രീത് കൗർ കിരീടം ഉയർത്തുന്ന ദൃശ്യമാണ് നിങ്ങളെ കാണുന്നത്. പിന്നെ ഇന്ത്യൻ വനിതാ ടീമിനെ മൊത്തത്തിൽ നിങ്ങൾക്ക് അവിടെ കാണാം. ഇതാണ് നമ്മുടെ അമോൽ മസുന്ദാർ, ഇതാണ് നമ്മുടെ ഹർമൻപ്രീത് കൗർ. ഫൈനലിലെ താരമായി മാറുന്നത് ഷഫാലി വർമ്മയാണ്. അങ്ങനെയെങ്കിൽ ടൂർണമെൻറ്റിലെ താരമായി മാറിയത് ദീപ്തി ശർമ്മ. ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ആര് തന്നെ? ദീപ്തി ശർമ്മ, 22 വിക്കറ്റുകൾ. ഇതാണ് നമ്മുടെ ലോറ, സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ലോറ. ഇവർ സെമി ഫൈനലിലും സെഞ്ചുറി നേടുന്നുണ്ട്. ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ലോറയാണ്. ലോറ വോൾവാർഡ് 571 റൺസ്. 571 റൺസുകൾ. ഇതാണ് നമ്മുടെ ദീപ്തി ശർമ്മ, ഇതാണ് ഷഫാലി വർമ്മ, മാൻ ഓഫ് ദി ഫൈനൽ. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ഇനി എന്തൊക്കെയാണ് പ്രത്യേകത? ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായ ടീം, ഏറ്റവും കൂടുതൽ തവണ വനിതാ ലോകകപ്പ് ചാമ്പ്യന്മാരായ ടീം ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് ഓസ്ട്രേലിയയാണ്. എത്ര തവണയാ? 7 തവണ അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ വനിതാ ലോകകപ്പ് ചാമ്പ്യന്മാരായ ടീം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ 7 തവണ. ആകെ മൊത്തം 13 എഡിഷൻ നടന്നതിൽ 7ലും കപ്പടിച്ചാര ഓസ്ട്രേലിയയാണ്. ഇംഗ്ലണ്ട് 4 തവണയും ന്യൂസിലാൻഡ് 1 തവണയും ചാമ്പ്യന്മാരായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ട് 4 തവണയും ന്യൂസിലാൻഡ് 1 തവണയും ചാമ്പ്യന്മാരായി മാറിയിട്ടുണ്ടെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. പിന്നെ ഇന്ത്യ ഇപ്പോൾ 1 തവണ. ഇന്ത്യ ആദ്യമായി ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഏത് വർഷം? 1978ലാണ്. 1978. 1978ലാണ് ഇന്ത്യ ആദ്യമായി ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. 2005ലും 2017ലും ഇന്ത്യ റണ്ണറപ്പായി മാറിയിരുന്നു. അപ്പോൾ ഇതിനു മുൻപ് 2005ലും 2017ലും വന്നുവെങ്കിലും ഫൈനലെത്തിയെങ്കിലും നമ്മൾ തോറ്റു. പക്ഷേ ഇത്തവണ നമ്മൾ കപ്പടിക്കുന്നുണ്ട്. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. 3 ടോപ്പിക്കായി. അപ്പോൾ നമ്മൾ നൊബേൽ പഠിച്ചു, രണ്ടാമത് പഠിച്ചത് കേരള പുരസ്കാരം പഠിച്ചു, പിന്നെ വിമൺസ് സ്പോർട്സുമായി ബന്ധപ്പെട്ട വിമൺസ് വേൾഡ് കപ്പ് നമ്മൾ എന്ത് പഠിച്ചു. 4ാമത്തെ ടോപ്പിക്ക് ഓസ്കാർ അവാർഡ്. നമുക്കറിയാം ഓസ്കാർ പുരസ്കാരം നൽകി തുടങ്ങിയത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചപ്പോൾ അത് 1929 മുതലാണ് ഓസ്കാർ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. ആരാണ് ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്? അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് അല്ലേ. അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഓസ്കാർ പുരസ്കാരം എന്ത് ചെയ്യുക? പ്രഖ്യാപിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ അതുകൊണ്ട് തന്നെ ഈ ഓസ്കാർ അവാർഡ് അറിയപ്പെടുന്നത് അക്കാദമി അവാർഡ്സ് എന്ന പേരിലും ഓസ്കാർ പുരസ്കാരം അറിയപ്പെടുന്നുണ്ട്. ഇത്തവണ പ്രഖ്യാപിക്കപ്പെട്ടത് ഓസ്കാറിൻ്റെ ചരിത്രത്തിലെ എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് എന്ന് ചോദിച്ചപ്പോൾ അത് 98ാമത് ഓസ്കാർ പുരസ്കാരം. 98th അക്കാദമി അവാർഡ്സ്, 98ാമത് ഓസ്കാർ പുരസ്കാരമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ, ചോദിക്കാൻ സാധ്യതയുള്ള മാത്രമേ പറയുന്നുള്ളൂ. നോക്കണം, മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ.
നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഇപ്പോൾ ഒൺ ബാറ്റിൽ ഒരു യുദ്ധത്തിന് പുറമെ മറ്റൊരു യുദ്ധം. ആദ്യം വെനസ്വേല ട്രംപ് അടിച്ചു, അതിനുശേഷം ഇറാനെ ആക്രമിക്കുന്നു. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അത് സംവിധാനം ചെയ്തത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. പോൾ തോമസ് ആൻഡേഴ്സൺ, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇനി മികച്ച നടൻ ആര്? ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് മൈക്കിൾ ആൻഡ് ജെസ്സി എന്ന് പഠിക്കാം. മൈക്കിൾ ആൻഡ് ജെസ്സി എന്ന് പഠിക്കാം. മികച്ച നടൻ മൈക്കിളും മികച്ച നടി ജെസ്സി ബക്ലിയാണ്. ജെസ്സി എന്ന് പഠിക്കാം. മികച്ച നടൻ മൈക്കിൾ ബി ജോർദൻ ഫോർ ദ മൂവി സിന്നേഴ്സ്. മികച്ച നടി ജെസ്സി ഫോർ ദ മൂവി ഹാംനെറ്റ്. ഓംലെറ്റ് അല്ല, ഹാംനെറ്റ്. ഇനി മികച്ച സംവിധായകൻ മറ്റേ വൺ ബാറ്റിൽ ആഫ്റ്റർ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട വൺ ബാറ്റിൽ ആഫ്റ്റർ അതിൻ്റെ സംവിധായകനായിട്ടുള്ള പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ദെൻ യെസ്, വിന്നേഴ്സ് ലിസ്റ്റിനെ കംപ്ലീറ്റ് ലിസ്റ്റ് അവിടെ കാണാം. ഇവിടെ മികച്ച നടൻ മൈക്കിൾ ബി ജോർദൻ, മികച്ച നടി ജെസ്സി ബക്ലി, മികച്ച ഡയറക്ടർ പോൾ തോമസ് ആൻഡേഴ്സൺ, മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇനി സഹനടൻ സപ്പോർട്ട് ചെയ്യാൻ സീനാണ്, കട്ട സീനാണെന്ന് പഠിക്കുക. സഹനടൻ സീനാണ്, സീൻ പെൻ ഫോർ ദ മൂവി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇനി മികച്ച നടി സഹനടി ആമി മാഡിഗൻ ഫോർ ദ മൂവി വെപ്പൺസ്. ആമി മാഡിഗൻ ഫോർ ദ മൂവി വെപ്പൺസ്. നോക്കേ, സഹനടൻ സീൻ പെൻ ഫോർ ദ മൂവി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇനി മികച്ച സഹനടിയാർ എമി മാഡിഗൻ ഫോർ ദ മൂവി വെപ്പൺസ്. അടുത്ത പോയിന്റ്, മികച്ച വിദേശ ചിത്രമെന്നോ അന്യഭാഷ ചിത്രമെന്നോ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഏതാണ്? അത് സെൻറ്റിമെൻ്റൽ വാല്യൂ ആണ്. അതൊരു നോർവീജിയൻ ചിത്രമാണെന്ന് കാര്യം ഓർക്കുക. ഇതൊരു 3 വാക്ക് പഠിച്ചാൽ മതി. ഒന്ന് സെൻറ്റിമെൻറ്റ്സ്, രണ്ടാമത്തത് ഹണ്ടേഴ്സ്, രണ്ടാമത്തെ വാക്ക് ഹണ്ടേഴ്സ്, മൂന്നാമത്തെ വാക്ക് പുടിൻ. ഈ ഓർഡർ ഇങ്ങനെ പഠിക്കുക. വിദേശ ഭാഷ ചിത്രം, അനിമേഷൻ കഴിഞ്ഞാണ് ഡോക്യുമെൻ്ററി. 3 വാക്ക്. ഒന്ന് വിദേശ ഭാഷ ചിത്രം, രണ്ടാമത്തത് അനിമേഷൻ ചിത്രം, മൂന്നാമത്തത് ഡോക്യുമെൻ്ററി ചിത്രം എന്ന് ഓർത്ത് വെച്ചുക. അപ്പോൾ വിദേശം, ഇപ്പോൾ സെൻറ്റിമെൻ്റൽ, ഹണ്ടേഴ്സ്, ദെൻ മൂന്നാമത്തത് പുടിൻ. ഓക്കെ, സെൻറ്റിമെൻ്റൽ വാല്യൂ മികച്ച വിദേശ ഭാഷ ചിത്രമെന്നോ അന്യഭാഷ ചിത്രമെന്ന് പറയാം. അത് ഏത് രാജ്യ ചിത്രമാണ്? അതൊരു നോർവീജിയൻ ചിത്രം. ഇനി അനിമേറ്റഡ് ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഹണ്ടേഴ്സ് ആണ്. അനിമേറ്റഡ് ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാണ്? അത് ഹണ്ടേഴ്സ് ആണ്. കേപ്പ് കോപ്പ് ഡമൗൺ ഹണ്ടേഴ്സ്. ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ആണെങ്കിൽ പുടിൻ എന്ന് ഓർക്കുക. മിസ്റ്റർ നോബഡി എഗെയിൻസ്റ്റ് പുടിൻ ആണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, മികച്ച ഷോർട്ട് ഫിലിം. സിംഗേഴ്സ് ആൻഡ് സലൈവ എന്ന് ഓർക്കുക. അപ്പോൾ 2 ഷോർട്ട് ഫിലിമുകൾ മികച്ച ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഒന്ന് സിംഗേഴ്സും മറ്റൊന്ന് സലൈവയുമാണ്. ടു പീപ്പിൾ എക്സ്ചേഞ്ചിങ് സലൈവ. അപ്പോൾ സിംഗേഴ്സ് ആൻഡ് സലൈവ എന്ന് പഠിക്കുക. അപ്പോൾ മികച്ച ഷോർട്ട് ഫിലിം ഒന്ന് സിംഗേഴ്സും അതുപോലെ തന്നെ ടു പീപ്പിൾ എക്സ്ചേഞ്ചിങ് സലൈവയാണ്. അടുത്ത പോയിന്റ്, ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രം സിന്നേഴ്സ് ആണ്, 16 നോമിനേഷൻ. എന്നാൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം ഏത് എന്ന് ചോദിച്ച പറഞ്ഞ ഏതാണ്? അത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ 6 അവാർഡുകൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രം എന്നറിയപ്പെടുന്നത് സിന്നേഴ്സ്, 16 നോമിനേഷൻ. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം എന്ന് പറയുന്നത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, 6 അവാർഡുകൾ. ഇനി ദ ഒഫീഷ്യൽ എൻട്രി ഓഫ് ഇന്ത്യ ടു ഓസ്കാർ. ഇന്ത്യയിൽ നിന്നും ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചിത്രം ഏത് എന്ന് ചോദിച്ച പറഞ്ഞ ഏതാണ്? അത് ഹോം ബൗണ്ട് എന്ന് പറയുന്ന ചിത്രമാണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, സ്ഥിരം ചോദിക്കുന്നതാണ്. ദ ഒഫീഷ്യൽ എൻട്രി ഓഫ് ഇന്ത്യ ടു ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയിൽ നിന്നും ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചിത്രം ഏത് എന്ന് ചോദിച്ച പറഞ്ഞ ഏതാണ്? അത് ഹോം ബൗണ്ട് ആണ്. അടുത്ത് നമ്മൾ പോകുന്നത് 4 ടോപ്പിക് കഴിഞ്ഞു. 5ാമത്തെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാമത്തെ ടോപ്പിക്ക് നിസാർ. സയൻസ് ആൻഡ് ടെക്കിലെ ഒരു ടോപ്പിക്കാണ് നിസാർ. നോക്കി, എന്താണ് നിസാർ? ആ വാക്കിൽ നിന്ന് കിട്ടും. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് നിസാറിൻ്റെ ഫുൾ ഫോം. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, നിസാർ എന്ത് തരം ഉപഗ്രഹത്തിന് ഉദാഹരണമാണ്? അതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. പൂർണ്ണമായും പൊളാരിമെട്രിക് ഇൻ്റർഫെറോമെട്രിക് ഡാറ്റ നേടാനുള്ള കഴിവുള്ള ഒരു LS ബാൻഡ് ആഗോള മൈക്രോവേവ് ഇമേജിംഗ് ദൗത്യമാണിത്. സംഭവം വേറൊന്നുമല്ലടാ, അതൊന്നും കാണണ്ട. സംഭവം വേറൊന്നുമല്ല. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അമേരിക്കയിലെയും ഇന്ത്യയിലെയും ശാസ്ത്ര സമൂഹങ്ങൾക്ക് പൊതുവായ താൽപ്പര്യമുള്ള മേഖലകളിലെ കരയുടെയും ഹിമത്തിൻ്റെയും രൂപഭേദം
കര ആവാസ വ്യവസ്ഥ, സമുദ്ര പ്രദേശങ്ങൾ എന്നിവ പഠിക്കുക എന്നാണ് നിസാറിൻ്റെ പ്രാഥമിക ലക്ഷ്യം. അതായത് ഇന്ത്യയും അമേരിക്കയും സംയുക്തമായിട്ടാണല്ലോ ഇത് വിക്ഷേപിക്കുന്നത്. അതെ, അതായത് ഇന്ത്യയിലെയും അമേരിക്കയിലെയും സയൻറ്റിസ്റ്റുകൾക്ക് പൊതുവായിട്ട് താല്പര്യമുള്ള ഇതൊരു ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ്. ഭൂമിയിലെ പ്രദേശങ്ങൾ, അത് ഹിമമാവാം, കരയാവാം, മറ്റ് മേഖലയിലെ മറ്റ് ആവാസ സ്ഥലം, സമുദ്ര പ്രദേശങ്ങളാവാം, എന്നിവയെ പറ്റി എന്ത് ചെയ്യുക, പഠിക്കുക എന്നതാണ് നിസാർ ദൗത്യത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. നിസാർ ദൗത്യത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി ഇതൊരു എന്താ പറയുന്നത്, ദ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ ഗൂഗിൾ ട്രാൻസ്ലേഷനാണ്. നിസാർ ഈസ് ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് ആൻഡ് ജോയിൻലി ഡെവലപ്ഡ് ബൈ NASA and ISRO. It is an L and S band global microwave imaging mission with cable to acquire fully polarimetric interferometric data. അപ്പോൾ എന്താണ്, അതൊരു L and S ബാൻഡ് ഗ്ലോബൽ മൈക്രോവേവ് ഇമേജിംഗ് മിഷനാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിക്ചർ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ ഭൂമിയെ നിരീക്ഷിക്കുക. ഓക്കെ, അമേരിക്കയിലെയും ഇന്ത്യയിലെയും ശാസ്ത്ര സമൂഹങ്ങൾക്ക് പൊതുവായി സ്വീകാര്യതയുള്ള പ്രദേശങ്ങളിലെ കാര്യങ്ങളെപ്പറ്റി എന്ത് ചെയ്യുക, പഠനം നടത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടി കേപ്പബിൾ ആയിട്ടുള്ള ഫുള്ളി പൊളാരിമെട്രിക് ആൻഡ് ഇൻഫോർമേറ്റീവ് ഡേറ്റ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. യെസ്, ഇവനെ വിക്ഷേപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2025 ജൂലൈ മാസം 30 അല്ലേ. അപ്പോൾ ഇവൻ എന്നാണ് വിക്ഷേപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2025 ജൂലൈ മാസം 30. അപ്പോൾ 2025 കൃത്യമായി പറഞ്ഞാൽ ജൂലൈ മാസം 30 ഇവനെ വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് അഥവാ ലോഞ്ച് വെഹിക്കിളിൻ്റെ പേര് എന്ത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് GSLV F-16 ആണ്. അപ്പോൾ വിക്ഷേപണ വാഹനം അഥവാ ലോഞ്ച് വെഹിക്കിളിൻ്റെ പേര് GSLV F-16 എന്നാണ്. വിക്ഷേപണ സ്ഥലത്തിൻ്റെ പേര് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടിൽ നിന്നാണ് ഇവനെ വിക്ഷേപിക്കുന്നത്. ഇവൻ്റെ ദൗത്യ കാലാവധി 5 വർഷമാണ്. ഭാരം 2391 കിലോഗ്രാം. അപ്പോൾ ഭാരം ചോദിക്കാൻ ചാൻസ് ഇല്ല, പക്ഷേ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്ന് വിക്ഷേപിച്ചു ജൂലൈ 30, 2001 വിക്ഷേപിക്കുന്നു. വിക്ഷേപണ വാഹനം GSLV F-16. അടുത്ത പോയിന്റിലേക്ക് പോകാം. 6ാമത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 6ാമത്തെ ടോപ്പിക്കാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ, അത്രയും പഠിച്ചിട്ട് പോവുക. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. മികച്ച ചിത്രം 12th ഫെയിലാണ്. സംവിധാനം വിധു വിനോദ് ചോപ്ര അല്ലേ. വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ എന്ന് പറയും. ഒരാൾ IPS കാരനായി മാറുന്ന കഥ പറഞ്ഞ 12th ഫെയിലാണ് മികച്ച ചിത്രം. അതിൻ്റെ സംവിധാനം വിധു വിനോദ് ചോപ്ര. അങ്ങനെയെങ്കിൽ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനപ്രിയ ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനിയാണ്. സംവിധാനം കരൺ ജോഹർ. ഇനി മികച്ച മലയാള ചിത്രം, ഈ പ്രാദേശിക ഭാഷകളിൽ സിനിമകൾക്ക് പുരസ്കാരം കൊടുക്കാറുണ്ട്. ഇവിടെ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഉള്ളൊഴുക്ക്. അതിൻ്റെ സംവിധാനം ക്രിസ്റ്റോ ടോമിയാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. ദേശീയ സാമൂഹിക പരിസ്ഥിതി മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് സാം ബഹദൂർ ആണ്. സംവിധാനം മേഘന ഗുൽസാർ. അപ്പോൾ ദേശീയ ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, അത് സാം ബഹദൂർ ആണ്. ഡയറക്റ്റഡ് ബൈ മേഘന ഗുൽസാർ. ഇനി മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് നാല് 2 എന്ന് പറയപ്പെടുന്ന മറാത്തി ചിത്രമാണ് കേട്ടോ. അപ്പോൾ മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് 4-2 എന്ന മറാത്തി ചിത്രമാണ്. ദെൻ 12th ഫെയിലിനെ കാണാം. ദെൻ റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനി ജനപ്രിയ ചിത്രം. ഉള്ളൊഴുക്ക് മികച്ച മലയാള ചിത്രം. മികച്ച നടൻ 2 പേരാണ്. ഒന്ന് ഷാരൂഖ് ഖാൻ ഫോർ ദ മൂവി ജവാനിലെ പെർഫോമൻസിന് ഷാരൂഖ് ഖാനും 12th ഫെയിലിലെ പെർഫോമൻസിന് വിക്രാന്ത് മാസിയും മികച്ച നടന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്നു. മികച്ച നടി റാണി മുഖർജി ഫോർ ദ മൂവി മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. ഇനി മികച്ച സംവിധായകൻ ആര്, ബെസ്റ്റ് ഡയറക്ടർ ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞ ആരാണ്, അത് സുദീപ്തോ സെന്നാണ്. ചിത്രം ദ കേരള സ്റ്റോറി. അപ്പോൾ മികച്ച സംവിധാനം അഥവാ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള പുരസ്കാരം നേടുന്നത് സുദീപ്തോ സെന്നാണ്. ചിത്രത്തിൻ്റെ പേര് ദ കേരള സ്റ്റോറിയാണ്. ഷാരൂഖ് ഖാനെ കാണാം, വിക്രാന്ത് മാസിയെ കാണാം, റാണി മുഖർജിയെ കാണാം. ദെൻ മികച്ച സഹനടൻ മലയാളികൾക്ക് അഭിമാനിക്കാം വിജയരാഘവൻ. മികച്ച സഹനടൻ വിജയരാഘവൻ ഫോർ ദ മൂവി പൂക്കാലം. പിന്നെ 2 പേരാണ്. ഒന്ന് വിജയരാഘവൻ, മറ്റൊന്ന് MS ഭാസ്കർ എന്ന മുത്തുപേട്ടൈ സോമഭാസ്കർ. ചിത്രം പാർക്കിംഗ് എന്ന സിനിമയ്ക്ക് മുത്തുപേട്ടൈ സോമഭാസ്കർ. ദെൻ സഹനടിയാർ 2 പേരാണ് സഹനടിമാർ. ഒന്ന് ഉർവശി, മറ്റൊന്ന് ജാൻകി ബോഡിവാലയും. ഉർവശി ഫോർ ദ മൂവി ഉള്ളൊഴുക്ക്, ജാൻകി ബോഡിവാല ഫോർ ദ മൂവി വാഷ് എന്ന ഗുജറാത്തി ചിത്രം. ഇതാണ് ജാൻകി ബോഡിവാല.
മികച്ച ഛായാഗ്രഹണം അഥവാ സിനിമാറ്റോഗ്രഫിക്കുള്ള പുരസ്കാരം നേടുന്നു പ്രശാന്തനു മൊഹപത്ര ഫോർ ദ മൂവി ദ കേരള സ്റ്റോറി. മികച്ച ചിത്ര സംയോജനം അഥവാ ഫിലിം എഡിറ്റിംഗിനുള്ള പുരസ്കാരം നേടുന്നത് മിഥുൻ മുരളി ഫോർ ദ മൂവി പൂക്കാലമാണ്. അതൊരു മലയാളി ആയതുകൊണ്ട് മാത്രമാണ് ചിത്ര സംയോജനം അഥവാ ഫിലിം എഡിറ്റിങ്ങിനെ പറ്റി ഞാൻ എന്ത് ചെയ്തത് അവിടെ പറഞ്ഞത്. ഛായാഗ്രഹണം, സിനിമാറ്റോഗ്രഫി, ക്യാമറ വർക്ക്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം 3 സിനിമകളാണ്. ഏറ്റവും 3 അവാർഡുകൾ വീതം നേടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ സിനിമകൾ 3. ഒന്ന് അനിമലാണ്, പിന്നൊന്ന് പാർക്കിംഗ് ആണ്, പിന്നൊന്ന് സാം ബഹദൂർ. ദെൻ ദ ലാസ്റ്റ് വൺ ഇത്രയും അവാർഡ് കൊടുത്ത മഹാമനുഷ്യൻ ജൂറി ചെയർമാൻ എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് അശുതോഷ് ഗോവാരികർ. അശുതോഷ് ഗോവാരികർ ആണ് ജൂറി ചെയർമാൻ. ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാ? അത് അശുതോഷ് ഗോവാരികറാണ്. അശുതോഷ് ഗോവാരികറാണെന്ന കാര്യം ഓർക്കുക. ദെൻ സമയമില്ല, നമുക്ക് ഓടിച്ചു പോവാം. ഏഴാമത്തെ ടോപ്പിക്കിലൂടെ നമ്മൾ പോവാണ്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം നമ്മൾ നോക്കി. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. സംവിധാനം ചിദംബരമാണ്. കഴിഞ്ഞ 2020 ഏറ്റവും മികച്ച ഹിറ്റുകളിലൊന്നാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ്. രണ്ടാമത് ചിത്രം ഫെമിനിച്ച് ഫാത്തിമ, സംവിധാനം ഫാസിൽ മുഹമ്മദ്. ജനപ്രിയ ചിത്രം മറ്റാരുമല്ല, പ്രേമലു ആണ്, ഡയറക്റ്റഡ് ബൈ ഗിരീഷ് ഏടി. പ്രേമലു ഡയറക്റ്റഡ് ബൈ ഗിരീഷ് ഏടി ആണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ് ഫെമിനിച്ച് ഫാത്തിമ, ദെൻ പ്രേമലു മികച്ച ജനപ്രിയ ചിത്രം, ഫെമിനിച്ച് ഫാത്തിമ മികച്ച രണ്ടാമത്തെ ചിത്രം. മികച്ച നടൻ മമ്മൂക്ക ഫോർ ദ മൂവി ബ്രഹ്മയുഗം. ഇതോടുകൂടി മമ്മൂട്ടിയുടെ കയ്യിൽ 7 സ്റ്റേറ്റ് അവാർഡായി. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് അവാർഡ് നേടിയ നടൻ എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? മമ്മൂക്കയുടെ പേരിലാണ്. മികച്ച നടി ഷംല ഹംസ ഫോർ ദ മൂവി ഫെമിനിച്ച് ഫാത്തിമ. മികച്ച സംവിധായകൻ ആര് തന്നെ? ചിദംബരം തന്നെയാണ് ഫോർ ദ മൂവി മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച ഡെബ്യൂ ഡയറക്ടർ നവാഗത സംവിധാനത്തിലുള്ള പുരസ്കാരം നേടുന്നു ഫാസിൽ മുഹമ്മദ് ഫോർ ദ മൂവി ഫെമിനിച്ച് ഫാത്തിമ എന്ന കാര്യം എന്ത് ചെയ്യുക അവർക്ക്. അപ്പോൾ ഫാസിൽ മുഹമ്മദ് ഫെമിനിച്ച് ഫാത്തിമ മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇനി ഷംല ഹംസയാണ് ഫോർ ദ മൂവി ഫെമിനിച്ച് ഫാത്തിമ. അപ്പോൾ നവാഗത സംവിധാനം ഫാസിൽ മുഹമ്മദ് ഫെമിനിച്ച് ഫാത്തിമ, ഷംല ഹംസ മികച്ച നടി ഫെമിനിച്ച് ഫാത്തിമ. കൊടുമൻ കോട്ടി കണ്ടോ? കൊടുമൻ പോറ്റി ഇരിക്കുന്നുണ്ടോ? അതാണ് മികച്ച നടൻ മമ്മൂക്ക. ദെൻ സ്വഭാവ നടൻ 2 പേരാണ്. ഒന്ന് സൗബിൻ ഷാഗർ ഫോർ ദ മൂവി മഞ്ഞുമ്മൽ ബോയ്സും മറ്റൊന്ന് സിദ്ധാർത്ഥ് ഭരതൻ ഫോർ ദ മൂവി ബ്രഹ്മയുഗം. സ്വഭാവ നടി ഒരാളാണ്, ലിജോ മോൾ ജോസ് ഫോർ ദ മൂവി നടന്ന സംഭവം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഏറ്റവും കൂടുതൽ വിവാദമാക്കപ്പെട്ട ഒരു കാറ്റഗറിയാണ് മികച്ച ഗാനരചയിതാവ്. മികച്ച ഗാനരചയിതാവുള്ള പുരസ്കാരം നേടുന്നത് വേടനാണ്. ചിത്രത്തിൻ്റെ പേര് മഞ്ഞുമ്മൽ ബോയ്സ്. വേടൻ്റെ ശരിക്കുള്ള പേരെന്താ? ഹിരൺദാസ് മുരളി എന്നാണ്. ഹിരൺദാസ് മുരളി എന്നാണ്. അപ്പോൾ വേടൻ്റെ ശരിക്കുള്ള പേര് ഹിരൺദാസ് മുരളി എന്നാണ്. അപ്പോൾ സ്വഭാവ നടൻ സൗബിൻ ഷാഹിറും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനുമാണ്. സ്വഭാവ നടി ലിജോ മോൾ ജോസ്. ചിത്രത്തിൻ്റെ പേര് നടന്ന സംഭവം. മികച്ച ഗാനരചയിതാവ് വേടനാണ്. ചിത്രത്തിൻ്റെ പേര് മഞ്ഞുമ്മൽ ബോയ്സിലെ ഗാനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ഹിരൺദാസ് മുരളി. ദെൻ സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ, ലിജോ മോൾ ജോസ് മികച്ച സഹനടി, നടന്ന സംഭവം, ദെൻ വേടൻ. ദെൻ ലാസ്റ്റ് വൺ മികച്ച തിരക്കഥ. ഒറിജിനലും ഉണ്ട്, അഡാപ്റ്റഡ് ഉണ്ട്. നമുക്ക് എന്താണെന്ന് മുന്നേ ക്ലാസ്സുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എഴുതുക, അഡാപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നിൻ്റെ ഇൻസ്പിറേഷനിൽ എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ മികച്ച തിരക്കഥ ഒറിജിനൽ കാറ്റഗറി പുരസ്കാരം നേടുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ബൈ ചിദംബരം. മികച്ച തിരക്കഥ അവലംബിത തിരക്കഥയാണ് അല്ലെങ്കിൽ അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ ആണെങ്കിൽ അത് ബൊഗെയിൻ വില്ലയാണ്. ലാജോ ജോസും അമൽ നീരദുമാണ് അതിൻ്റെ തിരക്കഥാകൃത്തുക്കൾ. ലാജോ ജോസിൻ്റെ തന്നെ റൂത്തിൻ്റെ ലോകം എന്ന് പറയുന്ന നോവലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ തിരക്കഥ എഴുതുന്നത്. അതുകൊണ്ടാണ് മികച്ച അവലംബിത തിരക്കഥയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി മികച്ച ഛായാഗ്രഹണം അഥവാ സിനിമാറ്റോഗ്രഫിക്കുള്ള പുരസ്കാരം നേടുന്നത് മഞ്ഞുമ്മൽ ബോയ്സിലെ ഛായാഗ്രഹണത്തിന് ഷൈജു ഖാലിദ്. അപ്പോൾ മികച്ച ഛായാഗ്രഹണം അഥവാ സിനിമാറ്റോഗ്രഫിക്കുള്ള പുരസ്കാരം നേടുന്നത് ഷൈജു ഖാലിദാണ്. ചിത്രത്തിൻ്റെ പേര് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ഇനി ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയത് ആര് എന്നാണ് ചോദ്യം. 4 പേരാണ്. ഒന്ന് ആസിഫ് അലി, പിന്നൊന്ന് ടൊവിനോ തോമസ്, പിന്നെ ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ. ഈ 4 പേർക്കാണ് ജൂറിയുടെ പ്രത്യേക പുരസ്കാരം നേടുന്നത്. ഇതിനടുത്ത പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് വനിത ഓർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള പ്രത്യേക പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ വനിത ഓർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള പ്രത്യേക പുരസ്കാരം നേടുന്നത് പായൽ കപാഡിയ ഫോർ ദ മൂവി ഓൾ വി ഇമേജിനസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ സംവിധാനത്തിന് പായൽ കപാഡിയ വനിത ഓർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ പ്രത്യേക പുരസ്കാരം നേടുന്നു. ഇനി ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് 10 അവാർഡുകൾ. ഇതാണ് നമ്മുടെ പായൽ കപാഡിയെ. അപ്പോൾ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. അത് ഈ 55ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് എന്നല്ല, കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു ഫിലിം അവാർഡിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രമായിട്ട് ഏത് മാറുകയാണ്?
ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് മാറുകയാണ്. 10 അവാർഡുകൾ. അടുത്ത പോയിന്റ്, ഇത്രയും അവാർഡ് കൊടുത്ത മഹാമനുഷ്യൻ ജൂറി ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് പ്രകാശ് രാജ്. ഇത്രയും അവാർഡ് കൊടുത്ത ആ മനുഷ്യൻ്റെ പേര് പ്രകാശ് രാജ്, ജൂറി ചെയർമാൻ. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചരിത്രമാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടുന്നവരുടെ പേരാണ് വിജയരാജ മല്ലിക. അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടുന്നു. ആ ട്രാൻസ്ജെൻഡർ പേരാണ് വിജയരാജ മല്ലിക എന്നാണ്. അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ഉൾപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ പേരാണ് വിജയരാജ മല്ലിക. ഇവരൊരു കവിയത്രി കൂടിയാണ്. അടുത്ത ടോപ്പിക്ക്, എട്ടാമത്തെ ടോപ്പിക്കിലോട്ട് നമ്മൾ പോവാണ്. അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇപ്പോൾ കഴിഞ്ഞ 2026 തുടക്കത്തിൽ ജനുവരി മാസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റാണ് ഇന്ത്യ അണ്ടർ-19 കപ്പടിച്ച്. നോക്കാം നമുക്ക്. അണ്ടർ-19 വേൾഡ് കപ്പ് ആരംഭിക്കുന്നത് 1988 ഓസ്ട്രേലിയയിലാണ് ആരംഭിക്കുന്നത്. പിന്നെ വീണ്ടും അത് 10 വർഷത്തേക്ക് പിന്നെ ടൂർണമെൻറ്റ് നടന്നില്ല. അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് 98 അതിനുശേഷം ഓരോ 2 വർഷം കൂടുമ്പോഴും 88 ആരംഭിച്ചെന്നേ ഉള്ളൂ, പക്ഷേ 98 മുതലാണ് ശരിക്കും അത് ഓരോ 2 വർഷം കൂടുമ്പം നൽകി തുടങ്ങിയത് അല്ലെങ്കിൽ നടന്നു തുടങ്ങിയത്. പ്രഥമ ജേതാക്കൾ ഓസ്ട്രേലിയ. എഡിഷൻ ഇത്തവണ നടന്നത് എത്രാമത്തെ എഡിഷനാണ്? 16ാമത്തെ എഡിഷനാണ്. ഇത്തവണത്തെ വേദി സിംബാബ്വേയിലും അതുപോലെ തന്നെ നമീബിയയുമാണ് ഇത്തവണത്തെ വേദി. ആകെ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 16. എന്ന് വരെ നടന്നു എന്ന് പഠിക്കേണ്ട, ജസ്റ്റ് അറിഞ്ഞാൽ മതി. 2026 ജനുവരി 15 മുതൽ ഫെബ്രുവരി 6 വരെ വിജയികൾ ഫൈനൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട്. ഇന്ത്യയും ഇംഗ്ലണ്ടും നമ്മൾ ഏറ്റുമുട്ടുന്നു. ഇംഗ്ലണ്ടിനെ പൊട്ടിച്ചുകൊണ്ട് നമ്മൾ കപ്പടിക്കുന്നു. ഇന്ത്യ അണ്ടർ-9 ചാമ്പ്യന്മാരെ മാറുന്നു. ഇതോടുകൂടി ഇന്ത്യയുടെ എത്രാമത്തെ കിരീടമാണ്? 6ാമത് കിരീടം. ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയതും ആര് തന്നെ? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യ കപ്പടിച്ച് നിൽക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇന്ത്യൻ ടീമിനെ കിരീടത്തിൽ നയിച്ച ക്യാപ്റ്റൻ്റെ പേര് ആയുഷ് മാത്രേ. ഇദ്ദേഹമാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുന്നത്. ആയുഷ് മാത്രേ. ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ഋഷികേഷ് കനിത്കറാണ് ഇന്ത്യൻ ടീമിൻ്റെ കോച്ച്. ഋഷി എന്ന് പഠിക്കാം. ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ഋഷിയാണ്. ഇംഗ്ലണ്ട് ടീമിൻ്റെ പരാജയപ്പെട്ടു പോയ ഇംഗ്ലണ്ട് ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ പേര് തോമസ് റീ ആണെന്ന് കാര്യം ഓർക്കുക. തോമസ് റീ ആണ്. ദെൻ ഫൈനലിലെ താരം ദ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശി. ഫൈനലിൽ ചെക്കൻ 175 റൺസ് അടിച്ചു കൂട്ടിയത്. ഓക്കെ, ഒരു രക്ഷയില്ലാതെ അടിയാൽ 175 റൺസ് ഫൈനലിൽ അടിച്ചു കൂട്ടുന്നു. അങ്ങനെ ഇന്ത്യയുടെ വിജയം 100 റൺസിനാണ് ഇന്ത്യ വിജയിക്കുന്നത്. 100 റൺസിനാണ് ഇന്ത്യയുടെ വിജയം. ടൂർണമെൻറ്റിലെ താരവും ആര് തന്നെ? വൈഭവ് സൂര്യവംശി. അപ്പോൾ ഫൈനലിലെ താരവും ടൂർണമെൻറ്റിലെ താരവും ആര് തന്നെയാണ്? വൈഭവ് സൂര്യവംശി. ഏറ്റവും കൂടുതൽ തവണ അണ്ടർ-19 കിരീടം നേടിയ ടീമായതോടുകൂടി ഇന്ത്യ മാറുന്നു 6 തവണ. അടുത്തതിലോട്ട് പോകാം. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. ഇന്ത്യ കിരീടം ഏതൊക്കെ വർഷങ്ങളാണ് ഇന്ത്യ കിരീടം നേടുന്നത് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. 6 തവണ. ചിലപ്പോൾ ചോദിക്കാം താഴെ പറയുന്നതിൽ ഇന്ത്യ കിരീടം നേടാത്ത വർഷം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആദ്യം 2000, പിന്നെ 2008. ആദ്യം 2000 ക്യാപ്റ്റൻ മുഹമ്മദ് കൈഫ്. ക്യാപ്റ്റനെ പഠിക്കണമെന്നില്ല, വർഷം പഠിച്ചാൽ മതി. 2008 വിരാട് കോഹ്ലി, 2012 ഉന്മുഖ് ചന്ദ്, 2012 പൃഥ്വി ഷാ, 2022 യാഷ് ദുൽ, ഇപ്പോൾ 2026 ആയുഷ് മാത്രേ. അപ്പോൾ 2000, 2008, 2012, 2018, 2022, 2026 എന്ന് പഠിക്കാം. ഇതാണ് നമ്മുടെ വിരാട് കോഹ്ലിയുടെ കോലം കണ്ടോ അന്നത്തെ. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. നമ്മളെ വിന്നിങ് ക്യാപ്റ്റൻ, അണ്ടർ-19 വിന്നിങ് ക്യാപ്റ്റൻസിനെയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരെയും കാണാം അവിടെ. വൈഭവ് സൂര്യവംശിയെ പറ്റി 1-2 പോയിന്റ് അറിഞ്ഞു വെച്ചേക്കണം. വൈഭവ് സൂര്യവംശിയെ പറ്റി പറയുമ്പോൾ വൈഭവിൻ്റെ സ്വദേശം എവിടെയെന്ന് വെച്ചപ്പോൾ അത് ബീഹാറാണ്. അദ്ദേഹം ഒരുപാട് റെക്കോർഡുകൾ ഇതോടുകൂടി ഈ അണ്ടർ-19 വേൾഡ് കപ്പിൽ കുറേ റെക്കോർഡ് അയാൾ തൂക്കുന്നുണ്ട്. അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമാണ് വൈഭവ്. 30 സിക്സറാന്നേ. ഈ കഴിഞ്ഞ ടൂർണമെൻറ്റിൽ വൈഭവ് അടിച്ചു കൂട്ടി എത്ര സിക്സറാ? 30 സിക്സറാണ്. അപ്പോൾ അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം വൈഭവ് സൂര്യവംശി, 30 സിക്സറുകൾ. അടുത്ത പോയിന്റ് എന്താ? അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ. ഫൈനലിൽ മാത്രം 15 സിക്സ് അടിച്ചു. അപ്പോൾ അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമാരാണ്? വൈഭവ് സൂര്യവംശിയാണ്. ഇതാണ് നമ്മുടെ ചെക്കൻ വൈഭവ് സൂര്യവംശി. ബൂംറേനൊക്കെ എടുത്തിട്ട് IPL എടുത്തിട്ട് സിക്സ് അടിക്കുന്നത് കണ്ടോ? അപ്പോൾ അതാണ് നമ്മുടെ വൈഭവ് സൂര്യവംശി. ഇതിന് IPL ഏത് ടീമിൻ്റെ ഭാഗമാണ്? രാജസ്ഥാൻ റോയൽസ് ടീമിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ IPL സീസണിലാണ് ഇവൻ അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് തന്നെ കുറേ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. IPL ഇതുവരെ അരങ്ങേറ്റം കുറിച്ചതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയാണ് അരങ്ങേറ്റ മത്സരം. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ. ഇനി IPL സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമാരാണ്? വൈഭവ് സൂര്യവംശി.
ഞാൻ ആ കളി ലൈവായിട്ട് കണ്ടവനാണ്. 35 പന്തുകളുടെ സെഞ്ചുറി, ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 35 പന്തുകളുടെ സെഞ്ചുറി. അങ്ങനെ ഞങ്ങൾ അടുത്ത് പോയിട്ട് നോക്കിയേ, ഒരു ഇന്ത്യൻ താരത്തിൻ്റെ IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത് ഈ പറയുന്ന വഴി. അപ്പം IPL ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി, അപ്പോഴും ലോകതാരത്തിൻ്റെ അല്ല, ലോകതാരമാരാ IPL ഒരു താരത്തിൻ്റെ വേഗതയേറിയ 2ാമത് സെഞ്ചുറിയാണ്. അപ്പോഴും 2ാമത് സെഞ്ചുറി ആയുള്ളൂ. അപ്പോൾ ആദ്യ സെഞ്ചുറി ആരുടെ പേരില്ല? ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഇൻ IPL. ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഇൻ IPL ആരുടെ പേരിൽ തന്നെ? സാക്ഷാൽ ക്രിസ് ഗെയിലിൻ്റെ പേരിലാണ്. സാക്ഷാൽ ക്രിസ് ഗെയിലിൻ്റെ പേരിലാണെന്ന് കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നു. സ്വരാജ് ട്രോഫി 2024 9ാമത്തെ ടോപ്പിക്ക്. സ്വരാജ് ട്രോഫി 2024-25 സ്വരാജ് ട്രോഫിയാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി. 1ാം സ്ഥാനക്കാർക്ക് 50 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 40 ലക്ഷം രൂപയും 3ാം സ്ഥാനക്കാർക്ക് 30 ലക്ഷം രൂപയുമാണ് പ്രൈസ് മണി. നോക്കണം, ഇവിടെ ഗ്രാമപഞ്ചായത്ത് സാധാരണഗതിയിൽ ഈ നിമിഷം വരെ 1ാം സ്ഥാനക്കാരെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ചിലപ്പോൾ ചോദിച്ചാലോ, ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ, അതുകൊണ്ട് എന്ത് ചെയ്യുക, 2ഉം 3ഉം കൂടെ അറിഞ്ഞു വെച്ചേക്കുക. ചിലപ്പോൾ ചോദിക്കാം 2024-25 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടിയത് ഏത് ബ്ലോക്ക് പഞ്ചായത്താണെന്ന് നിങ്ങളോട് എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കാം. ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം ഉഴമലക്കലാണ്, തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ. 2ാം സ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ ഇളവള്ളി. 3ാം സ്ഥാനം മണിയൂറാണ്, കോഴിക്കോട് ജില്ലയിലെ മണിയൂരാണ്. അപ്പോൾ 1ാം സ്ഥാനം ഉഴമലക്കൽ, മറക്കരുത്, 1ാം സ്ഥാനം ഉഴമലക്കൽ. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 1ാം സ്ഥാനം നേമമാണ്, തിരുവനന്തപുരം ജില്ലയിലെ നേമം. 2ാം സ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ കൊടകര. 3ാം സ്ഥാനം പെരുമ്പടപ്പും ഉഴവൂരുമാണ്. അപ്പം നിങ്ങൾ 1ാം സ്ഥാനം പ്രത്യേകിച്ച് പഠിക്കുക, നേമം. അപ്പോൾ ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഉഴമലക്കൽ, ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ അത് നേമമാണ്. ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. 1ാം സ്ഥാനം ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. 2ാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ്. മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ 1ാം സ്ഥാനം ഗുരുവായൂരാണ്, തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ. അപ്പോൾ 1ാം സ്ഥാനം ജില്ലാ പഞ്ചായത്ത് കൊല്ലവും. മുനിസിപ്പാലിറ്റി വരുമ്പോൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 1ാം സ്ഥാനം. 2ാം സ്ഥാനത്ത് മട്ടന്നൂരാണ്, കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ. 3ാം സ്ഥാനം കുന്നംകുളം, തൃശ്ശൂർ. കോർപ്പറേഷൻ കേരളായി തിരുവനന്തപുരം തന്നെയാണ്. ഇത്തവണയും തിരുവനന്തപുരം തന്നെയാണ് 1ാം സ്ഥാനം നേടിയ കോർപ്പറേഷൻ. ട്രിവാൻഡ്രം കോർപ്പറേഷനാണ്. ഇനി മഹാത്മാ പുരസ്കാരം. എന്താണ് മഹാത്മാ പുരസ്കാരം? മഹാത്മാ പുരസ്കാരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്ക് ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും കാര്യക്ഷമമായി നടപ്പിലാക്കുന്ന ഗ്രാമപഞ്ചായത്ത് കൊടുക്കുന്ന പുരസ്കാരമാണ് മഹാത്മാ പുരസ്കാരം. ഇനി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ നഗരപ്രദേശങ്ങളിലെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പിൽ മികച്ച പെർഫോമൻസ് നൽകുന്ന പുരസ്കാരമാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. അപ്പോൾ നോക്കാം, മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് എടവക വയനാട് ജില്ലയിലെ എടവകയും. ബ്ലോക്ക് പഞ്ചായത്ത് പെരിങ്ങടവിള, ട്രിവാൻഡ്രം ജില്ലയിലെ പെരിങ്ങടവിള ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് വയനാട് ജില്ലയിലെ എടവകയും, ബ്ലോക്ക് പഞ്ചായത്ത് പെരിങ്ങടവിള, ട്രിവാൻഡ്രത്തെ പെരിങ്ങടവിളയുമാണ്. ഇനി മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ കോർപ്പറേഷൻ ആണെങ്കിൽ കൊല്ലം കോർപ്പറേഷനും, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത് ഷൊർണൂർ മുനിസിപ്പാലിറ്റി ആണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നത് സ്കീംസ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്കീംസ് നമുക്ക് ഓടിച്ചെന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാനായിട്ട് പോവാണ്. 10ാമത്തെ ടോപ്പിക്ക് സ്കീംസ്. നോക്കാം നമുക്ക്. ഒരു ചോദ്യം നോക്കി ഏത് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് തന്നെ കൊടുത്തത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏത് എന്നാണ് ചോദ്യം. ഏതാണ് അത്? K-സ്മാർട്ടാണ്. അപ്പോൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ച അതിൻ്റെ പേരാണ് K-സ്മാർട്ട്. എന്താണ് K-ഫോൺ? നമുക്കറിയാം എന്താണ് K-ഫോൺ. സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് K-ഫോൺ. അപ്പോൾ K-ഫോണിൻ്റെ ഫുൾ ഫോം നമ്മൾ അറിയണം, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. ഇവിടെ നമുക്ക് പണി കിട്ടും. ബുദ്ധിയുള്ള ചോദ്യകർത്താവാണെങ്കിൽ നിങ്ങളോട് ഈ 4 ഓപ്ഷനും ഒരുപോലെ കൊടുക്കും. അവിടെ നമുക്ക് കേരള നമുക്ക് തെറ്റത്തില്ല, ഫൈബർ നമുക്ക് തെറ്റത്തില്ല, നെറ്റ്വർക്ക് നമുക്ക് തെറ്റത്തില്ല. പക്ഷേ ഇവനുണ്ടല്ലോ, ഇവൻ നമുക്ക് പണി തരും. ഒപ്റ്റിക് എന്ന് പറയാം, ഒപ്റ്റിക്കൽ എന്ന് പറയാം, ഒപ്റ്റിക്സ് എന്ന് പറയാം, പല രീതിയിൽ നമുക്ക് അവനെ മെൻഷൻ ചെയ്യാം. ഇനി K-ഫോൺ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തെന്നാണ് 2023 ജൂൺ മാസം 5-ാം തീയതി. ഇനി വളരെ പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് പോയിന്റ് ആണ്, സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവനും എന്ത് ചെയ്യുക, ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി K-ഫോൺ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് കണക്റ്റിംഗ് ദി അൺകണക്റ്റഡ് എന്നുള്ളത്. അടുത്ത പോയിന്റ്, എന്താണ് കേരള കെയർ, എന്താണ് മാ കെയർ, എന്താണ് K4 കെയർ? നോക്കി, കിടപ്പ് രോഗികൾക്കും
ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ നയം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുട കീഴിലാക്കി കേരള സർക്കാർ സ്ഥാപിക്കുന്ന ഒരു പ്രത്യേക ഗ്രിഡാണ് കേരള കെയർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് മാ കെയർ? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ലഘുഭക്ഷണങ്ങളും മറ്റ് പഠന ഉപകരണങ്ങളും ലഭിക്കാൻ വേണ്ടി കുടുംബശ്രീ ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് മാ കെയർ. അപ്പോൾ മാ കെയർ, മാതാശ്രീ എന്നൊക്കെ പറയില്ല, മാതാവ്, ആ ഒരു ഇതിൽ നിന്ന് കുട്ടികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള ലഘുഭക്ഷണങ്ങളും മറ്റ് പഠനോപകരണങ്ങൾ ലഭിക്കാൻ വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് മാ കെയർ. ദെൻ കെ ഫോർ കെയർ. വൃദ്ധർ, കിടപ്പിലായ രോഗികൾ, ഭിന്നശേഷിക്കാർ, നവജാത ശിശുക്കൾ, ന്യൂ ബോൺ ബേബീസ്, പ്രസവാനന്തര പരിചരണം ആവശ്യമുള്ള സ്ത്രീകൾ എന്നിവർക്ക് സഹായവും പരിചരണവും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് കെ ഫോർ കെയർ. ഇനി എന്താണ് ടെലിമാനസ്? എന്താണ് ടെലിമാനസ്? ആ വാക്കിൽ നിന്റെ ടെലഫോൺ അല്ലേ. മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു ഹെൽപ്പ് ലൈൻ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ടെലിമാനസ്. അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ 14416 എന്നാണ്. അടുത്തതിലോട്ട് പോവാം. എന്താണ് തുണ? എന്താണ് പോലാപ്പ്? തുണ എന്ന് പറയുന്നത് ഒരു പോർട്ടലാണ് കേട്ടോ. പൊതുജനങ്ങൾക്ക് പോലീസിൻ്റെ സേവനം ഓൺലൈനായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പോർട്ടൽ ആരംഭിക്കുന്നുണ്ട്. ആ പോർട്ടലിൻ്റെ പേരാണ് തുണ പോർട്ടൽ. അങ്ങനെയെങ്കിൽ എന്താണ് പോലാപ്പ്? അന്ന് വലിയ ട്രോളായിരുന്നു പൊല്ലാപ്പ്. കേരള പോലീസിൻ്റെ പൊല്ലാപ്പെത്തി. എന്താ സംഭവം? കേരള പോലീസ്, ദ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് കേരള പോലീസ്. കേരള പോലീസിൻ്റെ ഔദ്യോഗിക ആപ്ലിക്കേഷൻ്റെ പേരാണ് പോൽ ആപ്പ് എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. ദെൻ നോക്കണേ, എന്താണ് നിഴൽ? എന്താണ് നിഴൽ? രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി കേരള പോലീസ് ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. എൻ്റെ പേരാണ് നിഴൽ എന്ന് പറഞ്ഞാൽ. നിഴൽ എന്ന് പറഞ്ഞാൽ എന്താ? പുറകിൽ ഒരാളുണ്ട് എന്നല്ലേ. ഇനി എന്താണ് എൻ്റെ കൂട്? നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും മറ്റ് കുട്ടികൾക്കും സുരക്ഷിതമായ താമസ സൗകര്യമൊരുക്കുന്ന സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി വിളിച്ച പേരാണ് എൻ്റെ കൂട്. ഇനി എന്താണ് ശലഭം? PQ ആണ്. എന്താണ് ശലഭം? സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിശോധന പദ്ധതി. വീണ്ടും ഞാൻ ഓർമ്മിക്കുന്നു, സർക്കാർ എന്താ പറയുക, ഈ പറയുന്ന സർക്കാർ ആശുപത്രിയിൽ മാത്രമേ അതിൻ്റെ പ്രയോജനം ലഭിക്കത്തുള്ളൂ, പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും കിട്ടത്തില്ല. അതാണ് ശലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ എന്താണ് ആശാധാര? എന്താണ് ബാലകേരളം? ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. ഇനി എന്താണ് ബാലകേരളം? 4നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിലെ പാഠ്യ ഇതര പഠനത്തിന് ഉപരിയായിട്ട് കലാ, സാംസ്കാരിക, ശാസ്ത്ര, സാമൂഹ്യ മേഖലകളിൽ താല്പര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാനം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലകേരളം എന്ന് പറയുന്ന പദ്ധതി. ബാലകേരളം എന്ന് പറയുന്ന പദ്ധതി എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വച്ചേക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് വരുന്നു. യെസ്, എന്താണ് മെഡിസപ്പ്? നമുക്കറിയാം, സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. മെഡിസപ്പിന് ഫുൾ ഫോം നമ്മൾ അറിയണം. മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ്. മെഡിസപ്പ് പദ്ധതി നിലവിൽ വരുന്നത് 2022 ജൂലൈ മാസം 1-ാം തീയതി. ഈ മെഡിസപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ പേര് ഓറിയൻ്റൽ ഇൻഷുറൻസ്. തുടക്കത്തിൽ പ്രീമിയം എമൗണ്ട് 500 രൂപയായിരുന്നു. തുടക്കത്തിൽ 500 രൂപയായിരുന്നു പ്രീമിയം എമൗണ്ട്. കവറേജ് 3 വർഷത്തേക്ക്. ഇപ്പോൾ അവരെ കവറേജ് കൂട്ടി 5 വർഷം വരെ കവറേജ് കിട്ടും. പ്രീമിയം എമൗണ്ട് 697 രൂപ, 687 രൂപയാണ് ഇപ്പോൾ പ്രീമിയം. 687. ഇപ്പോൾ എത്രയാണ് പ്രീമിയം? 687. ഏപ്രിൽ 1 മുതലാണ് 687 രൂപയുടെ പ്രീമിയം എമൗണ്ട്. 5 വർഷം വരെ, 5 വർഷമല്ല, 5 ലക്ഷം രൂപ വരെ. കവറേജ് അപ് ടു 3 ലാക്ക് ആയിരുന്നു. 3 ലാക്ക് ആയിരുന്നു. ഇതിപ്പോൾ കൂട്ടി എത്രയാക്കി? 5 ലാക്ക്. 5 ലക്ഷം രൂപ വരെ കവറേജ് ഉണ്ട്. 687 രൂപയാണ് ഇപ്പോൾ കവറേജ് എന്ന് പറയുന്നത്. അടുത്ത് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പദ്ധതികളാണ്. ഒന്ന് സ്ത്രീ സുരക്ഷാ പദ്ധതിയും മറ്റൊന്ന് കണക്ട് വർക്ക് സ്കീം. കേരള സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്കീമാണ്. എന്താണ് സ്ത്രീ സുരക്ഷ? മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷ പദ്ധതി എന്താ സംഭവം? അതായത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാർക്ക്, എല്ലാവർക്കും ഇല്ല, AAY കാർഡുകാർക്ക് അല്ലെങ്കിൽ മഞ്ഞ കാർഡുകാർക്കും അതുപോലെ തന്നെ PHH റേഷൻ കാർഡ് ഉള്ളവർക്കുമാണ്, പിന്നെ ട്രാൻസ് വിമൻസിനുമാണ് ഇത് ലഭിക്കുക. മാസം 1000 രൂപ, പ്രതിമാസം 1000 രൂപ വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അപ്പോൾ 35 വയസ്സ് മുതൽ 60 വയസ്സുള്ള വീട്ടമ്മമാർക്ക്, വേറെ ഒന്നും ആദായമില്ലാത്ത വീട്ടമ്മമാർക്കാണ് ഇതിന് പ്രയോജനം. ഒറ്റ കണ്ടീഷൻ, AAY കാർഡുകാർക്കും പിന്നെ PHH റേഷൻ കാർഡ് ഉള്ളവർക്കും പിന്നെ ട്രാൻസ് വിമൻസിനാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക. അതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. ദെൻ ദ ലാസ്റ്റ് വൺ, കണക്ട് ടു വർക്ക് സ്കീം.
എടാ ഇത് മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് കണക്ട് ടു വർക്ക് എന്ന് പറയുന്നത്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും ഇല്ല. വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. മാസം 1000 രൂപ വെച്ച് ഒരു വർഷത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും. അങ്ങനെ 12,000 ഒരു കോഴ്സ് പഠിക്കാനുള്ള പൈസ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് കണക്ട് ടു വർക്ക് സ്കീം. അപ്പോൾ മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. 18 മുതൽ 30 വയസ്സുള്ളവർക്ക് ഏജ് ലിമിറ്റ്, വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെ, മാസം 1000 രൂപ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൊത്തം നമ്മൾ 10 ടോപ്പിക്കുകളാണ് നമ്മൾ എണ്ണം പറഞ്ഞ 10 ടോപ്പിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ഈ കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പറഞ്ഞ് സെറ്റാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കിട്ടിയെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മാരത്തോൺ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാരത്തോണിൽ പങ്കെടുക്കുക. ഇതിൻ്റെ ബാക്കി നമുക്ക് അവിടെ കാണാം. താങ്ക് യു വെരി മച്ച്.